ഇന്നത്തെ പ്രധാന വചനങ്ങളിലേക്ക് നമ്മൾ വരികയാണ്. യേശുക്രിസ്തുവിലൂടെ സകലവും നൽകപ്പെട്ടിരിക്കുന്നു. ഇതാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നതിൻ്റെ ആശയവും അതിൻ്റെ പ്രധാന തീമും. അവിടെ നിന്നുകൊണ്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പല വാക്യങ്ങൾ ഞാൻ എടുക്കും. എല്ലാ വാക്യങ്ങളും എന്നോടൊപ്പം എടുക്കണമെന്നൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ലിസൺ ചെയ്താട്ടെ, അത് നിങ്ങൾക്ക് പ്രയോജനമായി തീരും. നമുക്ക് യേശുക്രിസ്തുവിലൂടെ സകലവും നൽകപ്പെട്ടിരിക്കുന്നു. ഒരു വാക്യം ഞാൻ അതിനുവേണ്ടി പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. ഒരു ചോദ്യം പൗലോസ് ചോദിക്കുകയാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എന്നോട് ചേർന്ന വാക്യം ഒന്ന് പറയാമോ? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എന്താ അതിന്റെ ഉത്തരം? സകലവും നൽകിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞാട്ടെ, സകലവും നൽകിയിരിക്കുന്നു. ശകലമല്ല, സ ഉപയോഗിച്ച സകലവും നൽകിയിരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ ഏൽപ്പിച്ചു തന്ന യേശുവിനോടുകൂടെ സകലവും നൽകിയിരിക്കുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? സകലവും നൽകിയിരിക്കുന്നെങ്കിൽ ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇത് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അനുഭവിക്കാൻ പറ്റാത്ത കൊണ്ട് തന്നെ ഇതിനെ വിശ്വസിക്കാനും ഏറ്റെടുക്കാനും നമ്മൾ തയ്യാറല്ല. പക്ഷെ കർത്താവ് പറയുന്നു സകലവും നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് നിങ്ങൾക്കുണ്ടാകും. ഹല്ലേലൂയ. ഇനി കിട്ടാനൊന്നുമില്ല, സകലവും കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും വലിയ ദാനം യേശുവാണ്. ആ യേശു എന്ന മഹാദാനത്തോടു കൂടെ ബാക്കി ചില്ലറ ദാനങ്ങളെല്ലാം തന്നിരിക്കുകയാണ്. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. യേശു എന്ന മഹാദാനത്തോടു കൂടെ സകലവും യേശുവിലാക്കി നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവൻ്റെ കൂടെ സകലവും നൽകാതിരിക്കുമോ? അടുത്ത വാക്യം ഞാൻ വായിക്കുന്നത് പത്രോസിൻ്റെ ലേഖനത്തിൽ നിന്നുള്ള വാക്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചേർന്ന വാക്യം ഒന്ന് എടുക്കാൻ. ചിലപ്പോൾ നിങ്ങൾക്കത് പ്രയോജനമായി തീർന്നേക്കാം. പത്രോസ് ലേഖ എഴുതിയ ലേഖനം 2-ാം ലേഖനത്തിൻ്റെ ആദ്യ വാക്യങ്ങളിലേക്ക് തന്നെ നിങ്ങളൊന്ന് വന്നാട്ടെ. 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. പത്രോസ് ലേഖ എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ തന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. 8:32 റോമർ 8:32 പറഞ്ഞു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എന്നിട്ട് എന്തെല്ലാം നൽകി തന്നിരിക്കുന്നു എന്നതിൻ്റെ വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ പത്രോസിലേക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത്. തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ. 2 പദം, ജീവനും ഭക്തിക്കും. ഫോർ ലൈഫ് ആൻഡ് ലൈഫ് ഗോഡ്ലിനെസ്. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ചേർന്നൊന്ന് പറയാമോ? അത് ജീവനും ഭക്തിക്കും. എല്ലാരും പറ, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ഫോർ ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും, ഭൗതിക ജീവിതത്തിനും ആത്മീക ജീവിതത്തിനും, ഇവിടുത്തെ ജീവിതത്തിനും അവിടുത്തെ ജീവിതത്തിനും. ഹലോ, ശ്രദ്ധിച്ചു കേട്ടെ. ഇതിന് വേണ്ടിയത് മുഴുവൻ നൽകാം എന്നല്ല. നോക്കിയ വാക്ക്, തന്റെ മഹത്വത്താലും തന്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്യുവല്ലോ. അല്ലേ? ദാനം ചെയ്യുവല്ലോ. ഹലോ, ചെയ്തിരിക്കുന്നുവല്ലോ. നിങ്ങൾ കുറച്ച് പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് നടത്തിയാട്ടെ. ഞാൻ തരാമെന്ന് നോക്കട്ടെ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്തിൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും തരും എന്നല്ല, തരാമെന്നുമല്ല, നൽകിയിരിക്കുന്നുവല്ലോ. ആമേൻ. ഒന്ന് പറഞ്ഞേ, നൽകിയിരിക്കുന്നല്ലോ. സോ ഇവിടെയാണ് പുതു നിയമത്തിന്റെ ഭാഷ നാം അറിയേണ്ടത്. പുതിയ നിയമത്തിൽ അനുഗ്രഹിക്കാം എന്നല്ല, അനുഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. തെരഞ്ഞെടുക്കാം എന്നല്ല, തെരഞ്ഞെടുത്തിരിക്കുന്നു. ദത്തെടുക്കാം എന്നല്ല, ദത്തെടുത്തിരിക്കുന്നു. മുൻ നിയമിക്കാം എന്നല്ല, മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ പഴയ നിയമത്തിൽ നിങ്ങൾ നോക്കിയാൽ അവിടെ എല്ലാം അനുഗ്രഹിക്കാം, വലുതാക്കാം, വർദ്ധിപ്പിക്കാം, തരും എന്ന പ്രയോഗമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പം തരും മാറിയിട്ട് തന്നിരിക്കുന്നു, വന്നിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു, പുത്രനെ തന്നിരിക്കുന്നു, പുത്രന്റെ കൂടെ തന്നിരിക്കുന്നു, തെരഞ്ഞെടുത്തിരിക്കുന്നു, മുൻ നിയമിച്ചിരിക്കുന്നു, പ്രിയനായവനിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു, ലോക സ്ഥാപനത്തിനു മുമ്പേ മുൻ നിയമിച്ചിരിക്കുന്നു
ഹേയ്, എന്താ ഇവിടെ വന്ന വ്യത്യാസം? പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നതിലൂടെ സകലവും നൽകിയിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, സകലവും നൽകിയിരിക്കുകയാണ്. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ഹല്ലേലൂയ. അതിനകത്ത് ഉൾപ്പെടാത്തതായിട്ട് ഒരു കാര്യം ഈ ലോകത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെ ഉണ്ടോ അത് മുഴുവൻ. ഹല്ലേലൂയ. അതാ പറഞ്ഞത്, ഫോർ ദ സ്പിരിച്വൽ ലൈഫ് ആൻഡ് ഫോർ ദ ഫിസിക്കൽ ലൈഫ്. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും. ഒന്ന് എന്നോട് ചേർന്നൊന്ന് കരമുയർത്തി പറയാമോ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നു. ഈ ദാനം തരുവാൻ എന്താണ് അടിസ്ഥാനം? ഫ്രം വാട്ട് ക്രൈറ്റീരിയ ദിസ് സപ്ലൈ ഹാസ് സ്റ്റാർട്ടഡ്? ഈ എന്ത് അടിസ്ഥാനത്തിൽ നിന്നാണ് ഈ ദാനം തന്നിരിക്കുന്നത്? ഏത് അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നു? തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. അപ്പം ഈ ദാനം എനിക്ക് നിങ്ങൾക്കും തരാൻ കാര്യം തൻ്റെ മഹത്വം തൻ്റെ വീര്യമാണ്, അതല്ലാതെ വേറെ ഒന്നുമില്ല. തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ, ഈ ദാനം വാങ്ങിയത്, ഈ ദാനം എനിക്ക് നിങ്ങൾക്കും കിട്ടിയത് നിങ്ങളുടെ എൻ്റെ ഒരു പ്രവൃത്തിയാലുമല്ല, തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും. ചേർന്ന് പറയാമോ? അവിടുത്തെ മഹത്വത്താലും അവിടുത്തെ വീര്യത്താലും. അവിടെ ഞാനില്ല, ദാനം വാങ്ങാൻ ഞാനുണ്ട്, പക്ഷെ ദാനം വാങ്ങുവാൻ എൻ്റെ ഒരു യോഗ്യതയും കണക്കെടുത്തില്ല. തൻ്റെ മഹത്വം തൻ്റെ വീര്യവും എനിക്ക് ദാനം കിട്ടുവാൻ കാരണമാണ്. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ഇതാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് തരുന്നെങ്കിലും നിങ്ങളെയും എന്നെ നോക്കിയിട്ടല്ല തരുന്നേ, യേശുവിനെ നോക്കിയിട്ടാ തരുന്നത്. ഹല്ലേലൂയ. പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നെങ്കിൽ അവന്റെ കൂടെ, അവനോടുകൂടെ. ആ പദം ഒന്ന് പറഞ്ഞ്, യേശുവിനോടുകൂടെ. ഓ, ഒന്ന് ഉറക്കെ പറഞ്ഞ്, യേശുവിനോടുകൂടെ. ഹല്ലേലൂയ. ബ്രദറെ, ഇതൊക്കെ സത്യമാ. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഇപ്പൊ വേറെ ഒന്നുമല്ല, ഈ വർഷത്തെ വാടക എങ്ങനെ കൊടുക്കാമെന്നാ. ബ്രദറെ, ഇതൊക്കെ സത്യമാ. പക്ഷെ വണ്ടിയുടെ CC എങ്ങനെ ഈ മാസം അടയ്ക്കുന്നതിനെ പറ്റിയാണ് ഞാനിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബ്രദർ, ഇതൊക്കെ സത്യമാ. പക്ഷെ നാട്ടിലെ വീട് പണിതുകൊണ്ടിരിക്കുക, അതിൻ്റെ മണലിറക്കുന്ന കാര്യം ഇതുവരെ ശരിയായിട്ടില്ല. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് എല്ലാവരും സ്റ്റക്കാകുന്നത്. ഈ വാക്യമൊക്കെ എല്ലാവർക്കും അറിയാം. സ്വന്തം പുത്രനെ ആദരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നൽകാതിരിക്കുമോ? ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇതെല്ലാം നമ്മൾ കാണുമെങ്കിലും പ്രായോഗിക പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രായോഗിക പ്രശ്നങ്ങൾ നമ്മെ പല്ലിളിച്ച് കാണിച്ചിട്ട് പറയും, നിക്ക് അതൊക്കെ വചനമാണ്, പുസ്തകത്തിലെ പശു പുല്ല് തിന്നുകയല്ല. പുസ്തകത്തിലെ പശു പുല്ല് തിന്നതില്ല. വെറുതെ ഇതൊന്നും പറഞ്ഞ് സമയം കളയരുത്. നമ്മളപ്പോൾ അനുരഞ്ജനത്തിൽ പോകുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്ന് അറിയേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമുണ്ട്. യേശു ക്രിസ്തുവിലൂടെ സകലവും നൽകപ്പെട്ടിരിക്കുന്നു എന്ന അറിവിലാണ് സകലവും നിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്താണ് ഈ ജീവിതം എന്നറിയണമെങ്കിൽ യേശു പ്രാർത്ഥനയെ സംബന്ധിച്ച് പറഞ്ഞ ഒരു പ്രധാന പദവും കൂടെ നമുക്കൊന്ന് എടുക്കാം, പെട്ടെന്ന് എടുക്കാം. എൻ്റെ കൂടെ വന്നാട്ടെ. ആ വാക്യത്തിലോട്ടും കൂടെ നമുക്ക് ഇപ്പോൾ ഒന്ന് ശ്രദ്ധ തിരിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്. മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. മാർക്ക് 11:24. മാർക്കോസ് സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ശ്രദ്ധിച്ച് കേൾക്കണമേ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും, യാചന എന്ന പദം മലയാളത്തിലേ ഉള്ളൂ, ആസ്ക് എന്ന പദമാണ് ഇംഗ്ലീഷിൽ. ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ശ്രദ്ധിച്ച് കേൾക്കണേ സഹോദരങ്ങളെ, കുറച്ച് സമയം സംസാരിക്കാനുള്ളെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാകിയാൽ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും. എന്താണ് ഈ കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അറിയാം. മാർക്ക് 11-ലെ കോണ്ടെക്സ്റ്റ് ജാതികളുടെ ജെന്റൈൽ വേ ഓഫ് പ്രെയർ, ജാതികളുടെ പ്രാർത്ഥന, ദൈവമക്കളുടെ പ്രാർത്ഥന. ഈ വിഷയമാണ് ഇവിടെ വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, വായിച്ചോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. സഹോദരങ്ങളെ, ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിക്കുക. യാചിക്കുന്നതൊക്കെയും ലഭിക്കും എന്ന് വിശ്വസിപ്പീൻ. അല്ല, എന്നാൽ അതുണ്ടാവും. അങ്ങനെയാ അല്ലേ? അല്ല, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. നോക്ക്, അത് ശരിക്കും നോക്കാഞ്ഞിട്ട. മർക്കോസ് 11:24 ഒന്നുകൂടെ നോക്കിക്കോ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ലഭിച്ചു. ശരിക്കും നോക്കാഞ്ഞിട്ട. കണ്ണൊന്ന് തുറന്ന് വായിച്ചേക്കണ. ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. നോക്കിയേ, നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയാണെന്ന് നോക്കിയേ. മർക്കോസ് 11:24. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. അതെങ്ങനെയാ? ലഭിക്കാൻ വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നേ?
ഓ പ്രൈസ് ഗാഡ്. ഇതൊന്ന് അറിഞ്ഞപ്പെടാ റിയൽ പ്രെയർ എന്താണെന്ന് മനസ്സിലായി. ആമേൻ. ഒന്നുകൂടി ആ വാക്യം നോക്കിക്കോ. ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഓക്കെ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. യാചിക്കുന്നതൊക്കെയും ലഭിക്കും എന്നല്ല, ലഭിച്ചു. പറഞ്ഞേ, ലഭിച്ചു, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ ഉണ്ടാകാത്തതിന്റെ കാര്യം എന്നാ? ലഭിച്ചു എന്നുള്ള തിരിച്ചറിവില്ല. ലഭിക്കും എന്ന് വിശ്വസിക്കുന്നതുകൊണ്ടോ ഉണ്ടാകാത്ത? സത്യം ലഭിക്കും എന്നല്ല, ലഭിച്ചു എന്ന തിരിച്ചറിവ് വരുമ്പോൾ. ഒന്നുകൂടെ ആ വാക്യം വായിച്ചോ, 11:24. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ യാചിക്കുമ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. ചോദിക്കുന്ന ഓരോ കാര്യവും ലഭിച്ചു. പറഞ്ഞേ, ലഭിച്ചു. ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഉണ്ട് എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ ഉണ്ടാകും. ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ ഉണ്ടാകും. അപ്പൊ ഉണ്ടാകാത്തതിന്റെ കാര്യം എന്നാ? ലഭിച്ചു എന്ന് വിശ്വസിക്കാത്തത്. കേൾക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉണ്ടാകണമേ എന്നാ, തരണമേ. എല്ലാത്തിന്റെ ഒടുവിൽ ഒരു ആടിന്റെ കരച്ചിൽ നമുക്കുണ്ട്. മേ, വരണമേ, കിട്ടണമേ, തരുമോ? ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയാണ്, തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും ജീവനും ഭക്തിക്കും വേണ്ടിയത് മുഴുവൻ ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പൊ പ്രാർത്ഥനക്കാരൻ ഇനി എങ്ങനെയാകണം? പ്രാർത്ഥനക്കാരൻ പ്രാർത്ഥിക്കും മുമ്പേ ഈ തിരിച്ചറിവിലേക്ക് പറഞ്ഞ. ഏത് തിരിച്ചറിവിലേക്ക്? ഉറക്കെ പറ. ലഭിച്ചു. ഒന്ന് പറഞ്ഞേ, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് ഉറക്കെ പറ, എന്നോട് ചേർന്ന് പറ. ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എനിക്കത് ഉണ്ട്. ഒന്ന് പറഞ്ഞേ, എനിക്കതുണ്ട്. ഉണ്ട് എന്ന് പറ, എന്നാ ഉണ്ടാവും. ഓ, ഇത് ദൈവരാജ്യത്തിന്റെ ഒരു വലിയ പ്രിൻസിപ്പിളാണ്. ഇതറിയുന്നവർക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ളതും കൂടെ എടുത്തോണ്ട് പോകും, ഉണ്ടെന്ന് പറഞ്ഞാൽ ധാരാളം ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷെ ലോകത്തിന്റെ പ്രിൻസിപ്പിൾ നേരെ തിരിച്ചാ. ഇല്ലെന്ന് പറഞ്ഞാൽ വല്ലവരും വല്ലതും തന്നേച്ചു പോകും, അല്ലേ? ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ആരോടെങ്കിലും ഇല്ലെന്ന് പറഞ്ഞു നോക്കിയേ, അവർ വാരിക്കോരി നിങ്ങൾക്ക് തന്നേച്ചു പോകും. പക്ഷെ കർത്താവിന്റെ പരിപാടി എങ്ങനെയാണെന്നറിയോ? ഇല്ലെന്ന് പറഞ്ഞാൽ ഉള്ളതും കൂടി എടുത്തോണ്ട് പോകും. കാരണം ഉണ്ട് എന്ന സത്യത്തിന് വിരോധമാ ഇല്ല എന്ന വാക്ക്. എത്ര പേർക്ക് അത് മനസ്സിലാവും? ഹല്ലേലൂയ. ഉണ്ടെന്ന് പറ, ഉണ്ടാവും. ഉണ്ടെന്ന് പറ, ഉണ്ട്. പറഞ്ഞു, എനിക്കുണ്ട്. എനിക്ക് യേശുവിലൂടെ എല്ലാം നൽകപ്പെട്ടിരിക്കുന്നു. ഏറ്റവും വലിയ ദാനം യേശുവാ. അവന്റെ കൂടെ എനിക്ക് സകലവും നൽകപ്പെട്ടിരിക്കുന്നു. കരമടിച്ചൊന്ന് യേശുവിന്റെ മഹത്വം കൂടെ. ഏറ്റവും വലിയ ദാനം യേശുവാ. ആ യേശുവിന്റെ കൂടെ എനിക്ക് സകലവും നൽകപ്പെട്ടിരിക്കുന്നു. അയ്യോ, ഇതൊന്നും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി. എന്റെ പൊന്നോ, ദൈവം എത്ര കാര്യങ്ങളാ യേശു പറഞ്ഞതെന്നറിയോ? ഭൂമി വന്നപ്പം വലിയ മീശം വെച്ച് വലിയ മുടിയൊക്കെ നല്ല സ്റ്റൈലിൽ ചീവി ഷർട്ടും കോട്ടും ഒക്കെ ഇട്ട് വന്നിരിക്കുന്ന മനുഷ്യനോട് പറയാ, പറവേ നോക്കടാ. ഞാനോ? താമരയെ നോക്കടാ. വലിയ സെറ്റപ്പിൽ ഞാൻ വലിയ ആളാന്ന് പറഞ്ഞ് നിൽക്കുന്ന മനുഷ്യനോട് പറയാ, ചെളി നിൽക്കുന്ന താമരയെ നോക്കി പഠിക്കടാ. ആകാശത്തിൽ പറക്കുന്ന പറവയെ നോക്കി പഠിക്കേ. എന്നാ കർത്താവ്, ഇത് ഇത്രയും ബുദ്ധിജീവിയായി എന്നോട് പറവയെ നോക്കാനും താമരയെ നോക്കാനും പുല്ലിനെ നാണക്കേട് പുല്ലിനെ നോക്കാനൊക്കെ പറയുന്ന എൻ്റെ ആശയം എന്നാ? അയ്യോ, അവിടെ ആ കർത്താവ് ഞാൻ നിനക്കാരാ, നീ എനിക്കാരാ എന്ന് വെളിപ്പെടുത്താനായിട്ട് ഇത് വിശദീകരിക്കുന്നത്. മത്തായി 6 നിങ്ങളത് വായിച്ചിട്ടുണ്ടോ? അതോ വായിക്കണോ ഞാൻ? അയ്യോ, എന്നെ സൂക്ഷിച്ച് നോക്കുന്നു ഇവിടെ ഇരിക്കുന്നവരെല്ലാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. ഏറ്റവും വലിയ ദാനം യേശുവാ. ആ യേശുവിന്റെ കൂടെ നിങ്ങൾക്കും എനിക്കും തരാത്തതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞ്, യേശുവിന്റെ കൂടെ. ഉറക്കെ പറഞ്ഞ്, യേശുവിന്റെ കൂടെ നൽകാത്തതായിട്ട് ഒന്നുമില്ല. മടിക്കാതെ ഒന്ന് പറഞ്ഞ്, എന്റെ കർത്താവില്, എന്റെ യേശുവില് എനിക്ക് ലഭിക്കാത്തതായിട്ട് യാതൊന്നുമില്ല. സ്വന്തം പുത്രനെ ആദരിക്കാതെ, വായി തുറന്ന് പറ, ആദരിക്കാതെ എനിക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നെ ആ യേശുവിന്റെ കൂടെ എനിക്ക് സകലവും നൽകാതിരിക്കുമോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മത്തായി 6:8 വാക്യം നിങ്ങൾ നോക്കിക്കേ. മത്തായി 6:7 മുതൽ വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. പ്രാർത്ഥിക്കയിൽ, when you pray, പ്രാർത്ഥിക്കയിൽ, ശ്രദ്ധിച്ചു കേട്ടെ. മത്തായി 6:7 മുതൽ പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. പ്രാർത്ഥിക്കുമ്പോൾ when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. എന്താ ജൽപ്പനം? വെയിൻ റെപ്പിറ്റേഷൻ.
വെയിൻ റെപ്പിറ്റേഷൻ, ഒരേ കാര്യം പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, റിപ്പീറ്റ് ചെയ്യരുത്. ഇനി താഴേക്ക്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജാതികൾ ഒരേ കാര്യം പല പ്രാവശ്യം പറയുമ്പം ഒരു ചിന്തയിൽ നിന്നാണ് അവർ പറയുന്നത്. അതിഭാഷണത്താൽ ഒത്തിരി പ്രാവശ്യം പറയുന്നതുകൊണ്ട് ഉത്തരം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിൽ നിന്നാണ് ഒരേ കാര്യം പല പ്രാവശ്യം പല ശബ്ദത്തിൽ പല രീതിയിൽ ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അവരോട് തുല്യരാകരുത്, നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരല്ല. ഓക്കെ, ഇനി നിങ്ങളുടെ കാര്യം ഇവിടെ വായിക്കുക. നിങ്ങൾ അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് 8-ാം വാക്യം, നിങ്ങൾ അവരോട് തുല്യരാകരുത്, നിങ്ങൾ അവരോട് തുല്യരാകരുത്. ആവശ്യമുള്ളത് ഇന്നതെന്ന്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പ്രൈസ് ഗോഡ്. നിങ്ങൾ മത്തായി 6:8 വാക്യം ഞാൻ വായിക്കുന്നത്. നിങ്ങൾ അവരോട് തുല്യരാകരുത്. അടുത്തത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. അവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്നാ അതവിടെ പറയുന്നത്. നിങ്ങൾ അവരോട് തുല്യരാകരുത്. അവരെങ്ങനെയാ ജാതികൾ അവരെങ്ങനെയാ കൂട്ടാ? അവരെന്നാ ചെയ്യുന്നേ? ഒരേ കാര്യം പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക. അവർ ഈ പറച്ചിലിന് കാരണം എന്നാണെന്നറിയോ? അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നേ പറയുന്നത്. പക്ഷെ നിങ്ങൾ അങ്ങനെ ആകരുത്, അവരോട് തുല്യരാകരുത്, നിങ്ങൾ അവരോട് തുല്യരാകരുത്. അടുത്തത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഈ വാക്യം അടിവരയിടേണ്ടവർ അടിവരയിട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് ബിഫോർ യു ആസ്ക്. നിങ്ങൾ ചോദിക്കും മുമ്പേ. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ ചോദിക്കും മുമ്പേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിങ്ങൾ ചോദിക്കും മുമ്പേ. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ചോദിച്ച് നിങ്ങളുടെ ആവശ്യം അറിയേണ്ട ഗതികേട് ഈ ദൈവത്തിനില്ല. നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ ഇന്നതെന്ന് ദൈവം അറിയുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ജാതികൾക്ക് ഉള്ള ബന്ധം വെയിൻ റെപ്പിറ്റേഷനില്ല. അവർക്ക് ഒരു ദിവസം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു സുഖമില്ല. പച്ചക്കറി മാർക്കറ്റിൽ ലിസ്റ്റ് കൊണ്ടുപോകുന്ന പോലെയാ. പാവയ്ക്ക, കാവയ്ക്ക, വെണ്ടയ്ക്ക, എന്തൊക്കെ കായൊക്കെ ആണോ ഞാൻ മേടിച്ചിട്ട് കുറേ നാളായി. ഓക്കെ, ഇതിൻ്റെ വലിയ ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് നമ്മൾ പച്ചക്കറിക്കാരനോട് പറയും, ഒന്ന് എടുത്തു വെച്ചേരെ. ഓൾറൈറ്റ്, അയാൾ എടുത്തു വെക്കുന്ന പോലെയാണ് പ്രാർത്ഥന. ദൈവമേ, മോളുടെ കാര്യം, മോൻ്റെ കാര്യം, വീട്ടിലെ കാര്യം, നാട്ടിലെ കാര്യം, അപ്പൻ്റെ കാര്യം, അമ്മയുടെ കാര്യം എല്ലാം ഏറ്റല്ലോ. ഓക്കെ, എന്നാൽ പിന്നെ ഗുഡ് നൈറ്റ്. ദിസ് ഈസ് നോട്ട് പ്രെയർ. ഇത് ജാതികൾ ചെയ്യുന്ന രീതിയാണ്. നിങ്ങൾ ഒരു കാര്യത്തിന് ഒന്നിലധികം പ്രാവശ്യം പറയരുത്. നമ്പർ 1. നമ്പർ 2, ഒരേ വിഷയത്തെ ചൊല്ലി അതിഭാഷണം നടത്തരുത്. കർത്താവേ, പിന്നെ എന്നതാ ഈ പ്രാർത്ഥന? എൻ്റെ ആവശ്യമൊക്കെ പറച്ചില്ലല്ലേ ഈ പ്രാർത്ഥന. കാരണം നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ആവശ്യം പറച്ചില്ല പ്രാർത്ഥന എന്നാണ്. അപ്പം പിന്നെ പ്രാർത്ഥിക്കാൻ വാക്കില്ലല്ലോ. കാരണം ഇതെല്ലാം കൂടെ അതാണ്. അവരോട് തുല്യരാകരുത്. നിങ്ങൾ ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നല്ലോ. എന്നിട്ട് യേശു പറയാണ്, നിങ്ങളുടെ വിഷയം ഇതല്ല. ഏതാണ്? ഭൗതിക വിഷയമല്ല നിങ്ങളുടെ വിഷയം, ആത്മീയ വിഷയമാണ്. നിങ്ങൾ ആത്മീയ വിഷയത്തോടു കൂടെ സകലവും നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. താഴേക്ക് നിങ്ങൾ ഈ വാക്യത്തിനെ ഒന്ന് വന്നാട്ടെ. മത്തായി 6 താഴേക്ക് നിങ്ങൾ ഈ വിഷയത്തിലൊന്ന് വന്നാട്ടെ. അവിടെ കർത്താവ് 26-ാം വാക്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 26-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുക. 26:26 മാത്യു 6:26. ഓക്കെ, ആകാശത്തിലെ പറവകളെ നോക്കി മനുഷ്യനെ വിളിക്കുക. വാ, ഇങ്ങോട്ട് വാ. ആകാശത്തിലെ പറവയെ നോക്കുവീൻ. കർത്താവേ, ഞാനോ? ആകാശത്തിലെ പറവയെ നോക്കുവീൻ. അടുത്തത്, അവ വിതയ്ക്കുന്നില്ല. പറവ ഇതുവരെ വിതയ്ക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ? അടുത്തത്, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നതുമില്ല. പറവയെല്ലാം കൂടെ ഗോഡൌൺ മേടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. അടുത്തത്, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവിടെ ഒരു ഭയങ്കര ചിന്തയുണ്ട്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ നോക്കുന്നു. നിങ്ങളുടെ പിതാവ്, നിങ്ങൾക്ക് പിതാവാ, പക്ഷെ പറവയ്ക്ക് പിതാവല്ല. പറവയ്ക്ക് ഞാൻ അപ്പനല്ല, പറവ എൻ്റെ മകനുമല്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ അപ്പനും നിങ്ങൾ എൻ്റെ മക്കളുമാ. മകനല്ലാത്ത പറവയോട് എനിക്ക് ഇത്രയും വിശ്വസതയുണ്ടെങ്കിൽ ഇനി ബാക്കി ഭാഗം പറ. ഹല്ലേലൂയ. സ്വന്തം സാദൃശ്യത്തിലും സ്വന്തം സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടതല്ല ഇവിടുത്തെ ഒരു പറവയും. എന്നിട്ടും അതൊരു ദിവസം പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഹല്ലേലൂയ. ആ പറവ ഒരു ദിവസം ഏതേലും പറവ പട്ടിണി കിടന്ന് ചാത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. കരയുന്ന കാക്കക്കുഞ്ഞിന് അതതിൻ്റെ ആഹാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, അതതിൻ്റെ ആഹാരം. അതിനാവശ്യമുള്ള ഫ്രൂട്ട് ഏതാന്ന് അറിഞ്ഞു കൊടുക്കുമെന്നാ പറഞ്ഞേ.
ഹല്ലേലൂയ. ആരാ കൊടുക്കുന്നത്? നിങ്ങളുടെ പിതാവ്. ആമേൻ. ഹലോ, എന്റെ പിതാവ്. നിങ്ങളുടെ പിതാവ് അവർക്കിങ്ങനെ കൊടുക്കുന്നെങ്കിൽ, ഓ കമോൺ കമോൺ കമോൺ. വേലക്കാർ തിന്ന് ശേഷിക്കുകയാണ് മകനോ? ആമേൻ. വേലക്കാർ തിന്ന് ശേഷിപ്പിക്കുകയാണ് പുത്രന്റെ കാര്യോ? ഓ ഒന്ന് മിണ്ടിക്കേ, എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ. വേലക്കാർ തിന്ന് 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 മടുത്തെങ്കിൽ മകൻ്റെ കാര്യം തന്നെ ആയിരിക്കും. മകന് പട്ടിണി ആയിരിക്കുമോ? മകന് പരിവട്ടമായിരിക്കുമോ? പറഞ്ഞേ. അല്ല, എത്ര മച്ച് മോർ സപ്ലൈ ആയിരിക്കും മകന്റെ പേരിലുള്ളത്. ഇതാ ഇവിടെ ചോദിക്കുന്നത്. പറവയെ നോക്കുവീൻ. വായിച്ചു. ആകാശത്തിലെ പറവയെ നോക്കുവീൻ. ആകാശത്തിലെ പറവകളെ നോക്കുവീൻ. ഓക്കെ, വിതയ്ക്കുന്നില്ല. തലപൊക്കി മേളോട്ട് നോക്ക്. ആകാശത്തിലെ പറവയെ നോക്കുവീൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുര കൂട്ടി വെക്കുന്നില്ല. പക്ഷെ നിങ്ങളുടെ അപ്പൻ, എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ്. നിങ്ങളുടെ പിതാവ് പറഞ്ഞു, എന്റെ അപ്പൻ സ്വർഗസ്ഥനായ എന്റെ അപ്പൻ ഒരു ദിവസം പോലും അവയെ നോക്കാൻ വിട്ടുപോകുന്നില്ല, മറക്കുന്നില്ല. അവയോട് അത്രയും വിശ്വസ്തത എന്റെ അപ്പനുണ്ടെങ്കിൽ. ഇനി താഴേക്ക് വായിച്ചേ. ഓക്കെ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? ചോദിക്കുക. അതിന് ടെൻഷൻ ഇല്ല, പിന്നെ നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ? ഹല്ലേലൂയ. അവ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, കൂട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവയ്ക്കറിയാം അവയ്ക്ക് വേണ്ടി ഒരാൾ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നലെ വലിച്ചെറിഞ്ഞ് എന്തോ അവയ്ക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ട്. റെഡി ആക്കാതെ അതുങ്ങൾ പുറത്തുനിന്ന് ഇറങ്ങത്തില്ല. പുറത്തിറങ്ങി ഒരെണ്ണം ഇന്ന് വരെ ഫുഡില്ല, തിരിച്ചു വന്നിട്ടില്ല. അതിനെ എനിക്ക് ഇത്രയും കരുതലുണ്ടെങ്കിൽ മകനായ നിന്നെ, രക്തത്താൽ വിടുവിക്കപ്പെട്ട നിന്നെ, രക്ഷ ലഭിച്ച നിന്നെ, പുത്രത്വത്താൽ കഴുകപ്പെട്ട നിന്നെയും എത്രയധികം മച്ച് മോർ, എത്ര അധികമായി പരിപാലിക്കാനായി വിടത്തില്ല നിന്നെ. അതാ ഇവിടെ പറയുന്നത്, നിന്നെ വിടത്തില്ല, ലജ്ജിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ തുടങ്ങണം. എന്താണെന്നറിയോ? സ്വർഗസ്ഥനായി എൻ്റെ പിതാവ് യേശുവിലൂടെ എനിക്കെല്ലാം നൽകിയിരിക്കുന്നു. ഒന്ന് പറഞ്ഞേ, സ്വർഗസ്ഥനായി എൻ്റെ പിതാവ് യേശുവിലൂടെ എനിക്കെല്ലാം നൽകിയിരിക്കുന്നു. അപ്പൊ എന്താ പ്രാർത്ഥന ആവശ്യം പറച്ചിലാണെങ്കിൽ അത് ഇവിടെ മേളിൽ പറയത്തില്ല, നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. പ്രാർത്ഥന കേവലം അപേക്ഷയാണ് എങ്കിൽ അപേക്ഷിക്കും മുമ്പേ എന്ന ആശയം ഇവിടെ പറയില്ലായിരുന്നു. അപ്പോൾ റിയൽ പ്രെയർ എന്താണെന്നറിയോ? റിയൽ പ്രെയർ ഈസ് നത്തിങ് ബട്ട് ദ റിലേഷൻഷിപ്പ്. യഥാർത്ഥ പ്രാർത്ഥന അപ്പനോടുള്ള മകന്റെ ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷനാ. ഹല്ലേലൂയ. ആ ബന്ധത്തിൽ നിന്നുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണെന്ന് അറിയാവുന്നവർക്കറിയാം. അപ്പൻ്റെ അടുക്ക പോയി എൻ്റെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞിട്ടല്ല അപ്പൻ എനിക്കെല്ലാം തരുന്നേ. ഹല്ലേലൂയ. പല ആവശ്യങ്ങളും ഞാൻ അറിയും മുമ്പേ മകനായി എനിക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അപ്പനെയാണ് ഞാൻ അറിയുന്നത്. എത്ര അപ്പന്മാരിവിടെ ഉണ്ട്? അപ്പന്മാരാരും ഇവിടെ വന്നിട്ടില്ലേ? ഞാനൊരു അപ്പന, എൻ്റെ കുഞ്ഞിന് 6 വയസ്സായി. ഹല്ലേലൂയ. ഞാനെന്ന അപ്പൻ്റെ കാര്യം പറയാം. നിങ്ങളെന്ന അപ്പന്മാർ, അപ്പം നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഞാനെന്ന് പറയുന്ന അപ്പൻ എൻ്റെ കുഞ്ഞിനൊരു സാധനം മേടിച്ചു കൊടുത്തത് എൻ്റെ കുഞ്ഞ് വീട്ടിൽ ഇൻകിലാവ് വിളിച്ചപ്പോഴല്ല. അവനത് വേണമെന്ന് അവൻ അറിയും മുമ്പേ അവനത് കൊടുക്കാനാണ് ഞാനെന്ന അപ്പൻ ശ്രമിച്ചേക്കുന്നേ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എന്താ കർത്താവ് ഇന്ന് ആഗ്രഹിക്കുന്നത്? യേശുവിലൂടെ സകലവും തന്നിരിക്കുന്നു. ഈ തിരിച്ചറിവിലോട്ട് കയറിയിട്ട് ഒരു സ്വസ്ഥമായ ജീവിതം തുടങ്ങിക്കോണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. താഴേക്ക് നിങ്ങൾ ഈ അധ്യായവും ലൂക്കോസ് സുവിശേഷവും കൂടെ ചേർത്ത് പഠിക്കണം. താമരയെ നോക്കുവീൻ, പുല്ലിനെ നോക്കുവീൻ. ആ പുല്ലിന്റെ ദൈർഘ്യം പറയുക. ഇന്ന് രാവിലെ വിരിഞ്ഞ് രാത്രി ഉണങ്ങിപ്പോകുന്ന, ഉച്ചവരെ നിൽക്കുന്ന പുല്ലിനെ നോക്ക്. ഹല്ലേലൂയ. ആ ചെളി നിൽക്കുന്ന, ആ വരണ്ട തണ്ടായ പൊള്ളയായ തണ്ടുള്ള ആ താമരയെ നോക്ക്. ഞാൻ എന്നാ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അതിനെ ഉടുപ്പിച്ചേക്കുന്നത്. ഏതെങ്കിലും ടെക്സ്റ്റൈലിന്റെ മുമ്പിൽ പോയി തുണി മേടിക്കാൻ താമര നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുക, ശലോമോൻ പോലും തൻ്റെ പൂർണ്ണ മഹത്വത്തിൽ വെളിപ്പെട്ട് ഇതിലൊന്നിനോടും ആയിട്ടില്ല. ഹല്ലേലൂയ. കോടി രത്നവൈര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യനാ ശലോമോൻ. ഇതെല്ലാം കൂടെ എടുത്തു വെച്ച് പുള്ളി ഒരുങ്ങിയിട്ട് ഇത്രയായിട്ടില്ലെന്ന്. ഹല്ലേലൂയ. വരണ്ട തൊണ്ടുള്ള, ഹല്ലേലൂയ, പൊള്ളയായ തണ്ടുള്ള ചെളി നിൽക്കുന്ന ആ താമരയോട് എനിക്ക് ഇത്രയും കരുതലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആ പക്ഷിയോട്, ആ പറവയോട് എനിക്ക് ഇത്രയും വിശ്വസ്തത ഉണ്ടെങ്കിൽ, രാവിലെ പൊങ്ങി ഉച്ചയാകുമ്പോഴത്തേക്ക് ഉണങ്ങിക്കരിഞ്ഞു പോകുന്ന ആ പുല്ലിനെ ഞാൻ ഇത്രയും സൂപ്പറായിട്ട് അലങ്കരിക്കുന്നെങ്കിൽ, അല്പവിശ്വാസികളെ
വിളിക്കുക, നിങ്ങളെ എത്രയധികം വിടുവോ ഞാൻ ഇല്ല. ഒന്ന് പറഞ്ഞു, യേശുവിലൂടെ എനിക്ക് സകലവും തന്നിരിക്കുന്നു. എന്താ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം? ഇന്നത് അറിയാതിരിക്കരുത്. യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒരു പിരിമുറുക്കത്തിൻ്റെയും തരാത്ത നഷ്ടബോധത്തിൻ്റെയും കിട്ടാത്ത വേദനയുടെയും ഒരു ജീവിതമല്ല. ഈ ക്രിസ്തീയ ജീവിതം യേശുവിലുള്ള ആനന്ദത്തിൻ്റെ ജീവിതമാണ്. ഹല്ലേലൂയ. ഇത് ഒരു വലിയ സ്വസ്ഥത. അപ്പൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന മകനാണ് ക്രിസ്തീയ ജീവിതം. അപ്പൻ്റെ കൂടെ കിടന്നുറങ്ങുന്ന എല്ലാം എൻ്റെ അപ്പൻ അറിയാം. അപ്പനെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാൻ അപ്പൻ്റെ മാറിൽ കിടന്നുറങ്ങുക എന്ന് പറയുന്ന ഒരു മകനെ കാണാമോ? അവിടെയാ ക്രിസ്തീയ ജീവിതം തുടങ്ങുന്നത്. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം തന്നെ നിങ്ങൾ ഉറപ്പിച്ച് വിശ്വസിച്ചോ, യേശു പറഞ്ഞ പദമാ, നിങ്ങൾ ചോദിക്കും മുമ്പേ. ഒന്ന് പറഞ്ഞ്, ചോദിക്കും മുമ്പേ ഹല്ലേലൂയ, ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. യേശുവിലൂടെ എനിക്കെല്ലാം ലഭിച്ചിരിക്കുന്നു. സ്വന്തം പുത്രനെ ആദരിക്കാതെ ഏൽപ്പിച്ചു തന്നെങ്കിൽ അവൻ്റെ കൂടെ സകലവും തന്നിരിക്കുന്നു. പറഞ്ഞേ, എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഉറക്കെ പറഞ്ഞു, ലഭിച്ചിരിക്കുന്നു. ഉറക്കെ പറ, ലഭിച്ചിരിക്കുന്നു. ഉണ്ടെന്ന് പറ, ഉണ്ട്. ഉണ്ട്. വായി തുറന്ന് പറ, ഉണ്ട്. എനിക്കുണ്ട്. ഹല്ലേലൂയ. ആ പറച്ചിലാണ് വിശ്വാസം. വിശ്വാസം എന്നതോ ആഗ്രഹിക്കുന്നതിന്റെ ആശയാണ് ആഗ്രഹം. ആഗ്രഹിക്കുന്നതിന്റെ ഉറപ്പ്. ആഗ്രഹിക്കുന്ന വിഷയത്തിലുള്ള എൻ്റെ ഉറപ്പാണ് വിശ്വാസം. ഓ ഹല്ലേലൂയ. ആഗ്രഹിക്കുന്ന വിഷയം എനിക്ക് കിട്ടുമോ എന്ന ചിന്തയല്ല വിശ്വാസം. ആഗ്രഹിക്കുന്ന വിഷയം ലഭിച്ചു എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം. ഒന്നുകൂടെ ഞാൻ ആ പദം ആവർത്തിക്കട്ടെ. ആഗ്രഹിക്കുന്ന വിഷയം എനിക്ക് ലഭിച്ചു എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം. ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് എനിക്കൊരു സൗഖ്യം ആവശ്യമുള്ളത്. ആ സൗഖ്യം കിട്ടുമായിരിക്കും, ഇതല്ല വിശ്വാസം. അത് കിട്ടിയിരിക്കുന്നു എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. അതൊന്ന് ഡിഫൈൻ ചെയ്ത് നിങ്ങൾ എടുക്കണമേ. വൺ ഡേ ഐ വിൽ ഗെറ്റ് ഇറ്റ്, അതല്ല വിശ്വാസം. ഇറ്റ് വിൽ കം, അതല്ല വിശ്വാസം. മേ ബി ഇറ്റ് വിൽ ഹാപ്പൻ, അതല്ല വിശ്വാസം. വരുമായിരിക്കും, ചിലപ്പം കിട്ടുമായിരിക്കും, ഇതല്ല വിശ്വാസം. വന്നിരിക്കുന്നു എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം. ഹല്ലേലൂയ. ഉണ്ട് എന്ന എൻ്റെ ഉറപ്പാണ് വിശ്വാസം. ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ട്. ഒന്ന് പറഞ്ഞേ, ആഗ്രഹിക്കുന്നതുണ്ട്. ഉണ്ട്. അത് സൗഖ്യമാകട്ടെ. സൗഖ്യത്തെ നോക്കി പറയുക, എനിക്കതുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഇതിൻ്റെ ആയിരക്കണക്കിന് ടെസ്റ്റിമണീസ് കണ്ടിട്ടുണ്ട്, സാക്ഷ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ലൈഫിൽ സംഭവിച്ച 3 ടെസ്റ്റിമണീസ് ഉണ്ട് ഈ വിഷയത്തിൽ. 3 സാക്ഷ്യങ്ങളുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ ഇടയിൽ ഞാൻ കണ്ട ഒരു കാഴ്ച. തൊണ്ടയിൽ മുഴയുള്ള ഗോയിറ്ററിൻ്റെ, തൈറോയിഡ് അല്ല, ഗോയിറ്ററിൻ്റെ, കയ്യിലിങ്ങനെ പിടിക്കാൻ കഴിയുന്ന വലിയ ഒരു ഓറഞ്ചിൻ്റെ വലുപ്പമുള്ള ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുഴയുള്ള ആൾ. മുഴയുണ്ടെന്ന് അവിടെ ഇനി ഉറപ്പിക്കാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. കാരണം അത് തൊട്ടാൽ അറിയാം, അതുണ്ട്, ഓൾറെഡി ഇസ് ദെയർ, അതുണ്ട്. പക്ഷേ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്നാണെന്നറിയോ? ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. എന്നാ ആശ? ഇതിവിടെ ഇല്ലെന്നുള്ളതാണ് ആശ. ഇതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. എത്ര പേര് കേൾക്കുന്നുണ്ട്? ഹല്ലേലൂയ. തൊട്ടു നോക്കി മുഴയുടെ മേളിലാണ് തൊട്ടത്, പക്ഷേ ആ വ്യക്തി വിളിച്ചു പറയുകയാണ്, ഇതിവിടെ ഇല്ല. ഞാൻ തൊട്ടത് കള്ളമാ, ഞാൻ വിശ്വസിച്ചത് സത്യമാ. ഹല്ലേലൂയ. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണുന്ന കാര്യത്തിൻ്റെ അല്ല, കാണുന്ന ഇതാ, കാണാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ നിശ്ചയം, ഉറപ്പ്. ഹല്ലേലൂയ. കാണുന്ന ഇതാ, കാണുന്ന നിശ്ചയിക്കുന്ന അല്ല വിശ്വാസം. എത്ര പേർക്ക് അത് മനസ്സിലായി? കാണുന്ന നിശ്ചയിക്കുന്ന അല്ല വിശ്വാസം, കാണാത്തതിൻ്റെ നിശ്ചയം. ഒന്ന് പറഞ്ഞേ, കാണാത്തതിൻ്റെ നിശ്ചയം. ഐ എം നോട്ട് സീയിങ് ഇറ്റ് വിത്ത് മൈ ലിറ്ററൽ ഐസ്, ബട്ട് ഐ നോ ദാറ്റ് ഇറ്റ്സ് there. It's there. Even though I am not touching it, I am not seeing it, I know that it's there. അതവിടെ ഉണ്ട് എന്ന് എൻ്റെ ഉറപ്പാണ് വിശ്വാസം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ മുഴുവൻ ഇങ്ങനെയാ പ്രിയമുള്ളവരെ. അതൊന്നും മനസ്സിലാക്കിയാലേ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഇത് വീഴുകയുള്ളൂ. കർത്താവിനറിയാം പച്ചവെള്ളമാണ് കൽപ്പാത്രത്തിൽ കോരി നിറച്ചിരിക്കുന്നത്. റിയാലിറ്റിയിൽ കൽപ്പാത്രത്തിൽ കോരി നിറച്ചിരിക്കുന്നത് പച്ചവെള്ളം തന്നെയാ. ഹലോ. പക്ഷേ ഈ യാഥാർത്ഥ്യത്തെ യേശു ഓവർകം ചെയ്യുന്നു. യേശു ഉറപ്പിക്കുന്നു, അത് വീര്യമുള്ള വീഞ്ഞ. കമോൺ, അത് വീര്യമുള്ള വീഞ്ഞ. കാരണം ആശിക്കുന്നതിൻ്റെ ഉറപ്പാ. യേശു പച്ചവെള്ളമാ കോരി നിറച്ചെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം കോരിയവരോട് ചോദിക്കുക, എന്നാ കോരിയേ? നിറച്ചവരോട് ചോദിക്കുക, എന്നാ നിറച്ചേ? കിണറ്റിൽ എന്നാ ഉണ്ടായിരുന്നേ? ഒന്ന് മിണ്ടിക്കപ്പ, കിണറ്റിൽ എന്നാ ഉണ്ടായിരുന്നേ? ആർക്കും അതിൻ്റെ സംശയമില്ലല്ലോ. പക്ഷെ നീ ആശിക്കുന്നത് ഉറപ്പിക്കേ. ആ ഉറപ്പിന്നൊരു വാക്ക് പറ.
ഹേയ് കമാൺ, ആ ഉറപ്പിൽ നിന്ന് ഒരു വാക്ക് പറ. എടുത്തുകൊണ്ട് വിരുന്നുവാഴിക്ക് കൊടുക്ക്. ആ ഉറപ്പിൽ അത് വീര്യമുള്ള വീഞ്ഞായി മാറും. ആമേൻ. ഹല്ലേലൂയ. ചേറുണ്ടാക്കി കയ്യിലെടുത്തത് മണ്ണ് തന്നെയാ. പക്ഷെ വിശ്വസിക്കുക, ഈ മണ്ണിനകത്തൊരു കണ്ണുണ്ട്. ആമേൻ. ഹലോ, എൻ്റെ കയ്യിരിക്കുന്നത് ചേറാണ്, വെറും ചേറാണ്. ഉറപ്പാണ്, ഇത് വെറും ചേറാണ്. പക്ഷെ ഞാൻ ആശിക്കുന്നു, ഇതിനകത്തൊരു കണ്ണുണ്ട്. ആശിക്കുന്നതിൻ്റെ ഉറപ്പാണോ വിശ്വാസം? എടുത്തു വെക്കാം മണ്ണ്, അത് കണ്ണായി മാറും. ജീസസ്. കമോൺ. ഹല്ലേലൂയ. എത്ര പേര് എൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മിണ്ടിക്കേ, ഒന്ന് മിണ്ടിക്കേ. ആശിക്കുന്നതിൻ്റെ ഉറപ്പ് ഒന്ന് പറഞ്ഞേ. ആശിക്കുന്നതിൻ്റെ, ആഗ്രഹിക്കുന്നതിൻ്റെ, കാണാൻ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്. എനിക്കറിയാം ബ്രദറെ. ചോദ്യം ചോദിക്കുക, എന്താ ബ്രദറെ കയ്യിരിക്കുന്നത്? മണ്ണ്. പക്ഷെ ആശിക്കുന്ന എന്നാ? ഇത് കണ്ണ്. സീ ദ റിയാലിറ്റി. ഇത് നിന്റെ കയ്യിരിക്കുന്ന മണ്ണല്ലേ? നോ 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 നോ. ഐ ഡോണ്ട് ബിലീവ് വാട്ട് ഐ സീ. ഞാൻ കാണുന്നതല്ല വിശ്വസിക്കുന്നേ, ഞാൻ കേൾക്കുന്നതല്ല വിശ്വസിക്കുന്നത്, ഞാൻ തൊടുന്നതല്ല വിശ്വസിക്കുന്നേ. എന്നെക്കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത് അതാ ഞാൻ വിശ്വസിക്കുന്നേ. എഴുതിയിരിക്കുന്നവൻ എന്നോട് പറയുന്നു ഇതിൻ്റെ അകത്ത് കണ്ണുണ്ട്. ഇതിന് ഗ്രാമർ ഒന്നും എനിക്കറിയണ്ട, ഇതിൻ്റെ അന്തമൊന്നും എനിക്കറിയണ്ട. ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞെങ്കിൽ ഉണ്ട്. അത് വരിക തന്നെ ചെയ്യും, അത് വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് പച്ച തളിർത്ത് നിൽക്കുന്ന ഇല കൂടിയ അത്തിയായിരിക്കാം. പക്ഷെ അതിനെ നോക്കി പറഞ്ഞാട്ടെ, ഉണങ്ങി നിൽക്കുക അതവിടെ. ഹലോ, നിങ്ങൾ ആശിക്കുന്ന അതിനെ നോക്കി പറഞ്ഞാട്ടെ. ഇതെന്താണെന്നറിയ പ്രശ്നം? നമ്മൾ അതിനെ പറയാൻ പോകുമ്പോൾ നമ്മൾ നോക്കും ഇലയുടെ നീളം. ഇത്രയും ഇല ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നേനെ. ഇവിടെയാ പ്രശ്നം. നമ്മൾ ആശിക്കുന്നത് അവിടെ സ്ഥാപിക്കണ്ടേ. അടുത്തിരിക്കുന്ന ആളോട് പറ, നിങ്ങൾ ആശിക്കുന്നത് സ്ഥാപിക്കണ്ടേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാപിക്കണ്ടേ. ഹല്ലേലൂയ. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഉറപ്പാണ് നിങ്ങൾ സ്ഥാപിക്കണ്ടേ. ഓ ഹല്ലേലൂയ. നമ്മൾ അത്തിയെ ഉണക്കാൻ വേണ്ടി പോകും, ഇലയുടെ കണക്കെടുത്ത് തിരിച്ച് വീട്ടിൽ വരും. എന്നിട്ട് പറയും, ഇച്ചിരി ഉണങ്ങിയതായിരുന്നു, ബാക്കി പ്രാർത്ഥിച്ച് ഉണക്കാൻ എളുപ്പമായിരുന്നു. ഓക്കെ, ഇച്ചിരി ഉണങ്ങിയതായിരുന്നു എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ കാര്യം നടക്കത്തില്ല. ഇവിടെ ഇച്ചിരി ഉണങ്ങിയോ എന്നൊന്നുമല്ല വിഷയം. നീ കാണാൻ ആഗ്രഹിക്കുന്ന അതിൻ്റെ മേളിൽ കാണാൻ. എല്ലാവരും കാണുന്ന പച്ച അത്തിയായിരിക്കും, പക്ഷെ നീ കാണാതെ ഉണങ്ങി നിൽക്കുന്നേ. അതങ്ങനെ തന്നെ സംഭവിക്കും. ഓ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. 20,000 പേരും കാണുന്നത് 5 അപ്പത്തെയാ, പക്ഷെ നീ ഇതിനകത്ത് ഒരു 20,000 അപ്പത്തെ കാണ്. എന്നിട്ട് അതും കൂടെ ഉറപ്പീര്. You will see it. Amen. Say it, then you will see it. പറഞ്ഞു, നിങ്ങളത് കാണും. Amen. പറഞ്ഞു, നിങ്ങളത് ഉറപ്പിച്ചു, അത് കാണും, അത് കാണും. ഇന്നിവിടെ പലതും സംഭവിക്കും. Amen. ഇന്നിവിടെ പലതും സംഭവിക്കും. ഞാനിത് പറയുമ്പോൾ തന്നെ ആ ദൈവശക്തിയുടെ വ്യാപരിക്കുന്നത് എനിക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇന്നിവിടെ പലതും സംഭവിക്കും. എങ്ങനെയാ സംഭവിക്കുന്നത് അറിയാമോ? ഈ തൻ്റെ ഇടത്തിൽ നിന്ന്, ഈ ഉറപ്പിൽ ഈ ഉറപ്പ്. ഒന്ന് പറഞ്ഞ ഉറപ്പ്. ഞാൻ ആഗ്രഹിക്കുന്ന കണ്ടേച്ച ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. ഒന്ന് പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്ന കണ്ടേച്ച ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. കരമടിച്ചൊന്ന് യേശുവിന് മഹത്വം കൊടുത്തേ. ഓ, ദ ഗ്ലോറി ഓഫ് ജീസസ്. അത് സംഭവിച്ചു. സകലവും പറഞ്ഞേ, സകലവും യേശുവിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ നൽകപ്പെട്ടവൻ ഇനി എന്നെ ആരാധന, നന്ദി പറച്ചില്ല ആരാധന. അന്നേരമാണ് ഭയങ്കര ഈസിയാ പരിപാടിയല്ല. അവന് പ്രാർത്ഥന എന്നാ? താങ്ക്സ് ഗിവിംഗ്. കാരണം സകല യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. ഓഫീസിൽ പോകുന്ന സമയത്ത് അവൻ്റെ ചിന്ത, പുതിയൊരു ഇൻ്റർവ്യൂവിൻ്റെ പേപ്പർ വന്നു, ഓക്കെ ദൈവമേ അത് കിട്ടുമെന്നുള്ള സകല യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. എനിക്ക് ദൈവം എഴുതി വെച്ചതാണോ? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല, അത് വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അതിന് മുമ്പും പിമ്പും ഒരു തടസ്സവും ഇല്ലാത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് എന്താ ദൈവം ആഗ്രഹിക്കുന്ന അറിയാം? നന്ദി പറച്ചിൽ മാത്രം. അടുത്തിരിക്കുന്ന ആളുടെ കരം പിടിച്ച് ഈ സത്യം ഒന്ന് പറയാതിരിക്കരുത്. ഒരാളോട് പറഞ്ഞു, ഇന്ന് വേറെ ഒന്നും ചെയ്യണ്ട, നന്ദി അങ്ങ് പറഞ്ഞേച്ചാൽ മതി, നന്ദി അങ്ങ് പറഞ്ഞേച്ചാൽ മതി, നന്ദി അങ്ങ് പറഞ്ഞേച്ചാൽ മതി. നന്ദി പറഞ്ഞേ. എല്ലാ യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നന്ദി പറഞ്ഞാട്ടെ. എല്ലാ യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നന്ദി പറഞ്ഞാട്ടെ. എല്ലാ യേശുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നതുകൊണ്ട് നന്ദി പറഞ്ഞാട്ടെ. നന്ദി പറഞ്ഞു. എന്റെ സൗഖ്യത്തിനായിട്ട് നന്ദി, എന്റെ ആരോഗ്യത്തിനായിട്ട് നന്ദി. ഇന്ന് കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന വല്ലവരും ഇവിടെ ഉണ്ടോ? ഓറാക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ സമൃദ്ധിക്കായിട്ട് നന്ദി. ആമേൻ. എന്റെ സമൃദ്ധിക്കായിട്ട് നന്ദി. ഞാൻ ഉയർച്ച പ്രാപിച്ചതിന് നന്ദി. ഹല്ലേലൂയ. ആരോഗ്യത്തിൽ ഒരുപാട് തകർന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് അധരം തുറന്ന് വിളിച്ചു പറയുക, എന്റെ മേലുള്ള ആരോഗ്യത്തിന് നന്ദി. ആമേൻ. കമോൺ. വേഗത്തിൽ ചെയ്യുക. ആരോഗ്യത്തിൽ ഒരുപാട് തകർന്നവർ ഇവിടെ ഉണ്ടെങ്കിൽ അധരം തുറന്ന് പറയുക, എന്റെ മേലുള്ള ആരോഗ്യത്തിനായിട്ട് നന്ദി.
ഹല്ലേലൂയ. നിങ്ങളുടെ രോഗത്തെ നോക്കി നിങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുക, രോഗം ഇവിടെ ഇല്ലാത്തതിന് നന്ദി. യേശു അതിനെ ക്രൂശിൽ എടുത്തു മാറ്റിയിരിക്കുന്നു. സകലവും എനിക്ക് യേശുവിലൂടെ നൽകിയിരിക്കുന്നു. ഈ സത്യത്തെ ഒന്ന് വിശ്വാസത്താൽ സ്വീകരിച്ച് സകലവും യേശുവിലൂടെ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പറഞ്ഞേ. ആമേൻ. ഓ ഓ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താ ക്രിസ്ത്യൻ ലൈഫ് എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വേണ്ടി ഒരാളെല്ലാം ചെയ്തു വെച്ചിരിക്കുക. ആ ചെയ്തു വെച്ചതിനെ ഓരോ സ്ഥലത്തും കയറി നിങ്ങൾ അനുഭവിക്കുക. ഇതാ ക്രിസ്ത്യൻ ജീവിതം. എത്ര പേർക്ക് മനസ്സിലായി? ഒരാളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു വെച്ചിരിക്കുക. ഒരാളെല്ലാം നിങ്ങൾക്ക് വേണ്ടി. അത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവാ. അവിടുന്ന് സ്വർഗാരോഹണത്തിന് മുമ്പ്, ക്രൂശിൽ മരിക്കും മുമ്പേ, മരണത്തിന് മുമ്പേ പറഞ്ഞ പദം എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞ്, എല്ലാം ചെയ്തു കഴിഞ്ഞു, സകലവും നിവൃത്തിയായി. ഓ ഉറക്കെ പറഞ്ഞാണ്, സകലവും നിവൃത്തിയായി. ഞാനെല്ലാം ചെയ്തു കഴിഞ്ഞു. ഹല്ലേലൂയ. മോനെ, നിന്റെ പേര് ഞാനെല്ലാം എഴുതി വെച്ചതാ. തെറ്റലെസ്റ്റോസ് എന്നുള്ള ആ പദത്തിന്റെ ആശയമാണ്. ഞാൻ നിന്റെ പേരിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നു. സ്വസ്ഥതയോടെ ഞാൻ മരണത്തിന് വിധേയപ്പെടുക. എൻ്റെ മരണത്തിലൂടെ നീ അവകാശിയായി മാറുക. മരിക്കാൻ പോകുന്ന അപ്പൻ മകനെ നോക്കി പറയും, ഓ മോനെ, ഞാൻ പോവാടാ, പക്ഷെ എൻ്റെ മരണത്തിലൂടെ സകലത്തിന്റെ അവകാശിയായി, സകലത്തിന്റെ ഉടമസ്ഥനായി, സകലത്തിന്റെ അവകാശിയായി നീ മാറുക. ഓ യേശുവേ നന്ദി എന്നൊന്ന് പറഞ്ഞേ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് എന്നോട് ചേർന്ന് കരമുയർത്തി പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു യേശു എനിക്കെല്ലാം തന്നു കഴിഞ്ഞു, എനിക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഇന്ന് ഹല്ലേലൂയ കേൾക്കുന്ന ഭൂരിഭാഗം മെസ്സേജുകളും യു നീഡ് ടു ബി വെരി കെയർഫുൾ. കാരണം സത്യം എന്താണ്, കേൾക്കുന്നത് എന്താണ്. സുവിശേഷം ലോട്ടറി കച്ചവടം അല്ല. നാളെയാണ്. ഇങ്ങനെ ഒരു സന്ദേശം എൻ്റെ അകത്തില്ല. ഇത് എവിടുന്ന് വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോറി, എനിക്കത് പറയേണ്ടി വരുന്നത് ഞാൻ ഖേദിക്കുന്നു. 2015 4 മാസത്തിലല്ല വിടുതല്. 2015 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ ഈശോ മശിഹ എല്ലാം ചെയ്തപ്പോഴേ നിങ്ങളുടെ വിടുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി ആ തിരിച്ചറിവ് മാത്രമേ ഒരു വ്യക്തിക്ക് വരേണ്ടിയതുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഈ ബ്രദറിന്റെ തലയിൽ കൈവച്ച് ബ്രദറിനോട് പറയാം, ഉണ്ടാകും എന്ന് പറഞ്ഞ കള്ളമാത്. കിട്ടും, വരും, പ്രാപിക്കും. നിങ്ങൾക്കുണ്ട്, പറഞ്ഞേ ഉണ്ട്. ഹല്ലേലൂയ. അന്നും ഇന്നും എല്ലാ കാലത്തും സാത്താന്യ തന്ത്രം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നാം മനുഷ്യന്റെ അടുക്കൽ സാത്താൻ വന്ന് പറഞ്ഞ എന്നാന്നറിയോ? ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ എൻ്റെ നീ ഇനി ഇതിനു വേണ്ടി ശ്രമിക്കൊന്നും വേണ്ട, നീ ഇതാണ്. പക്ഷെ പിശാചു എന്ന് പറഞ്ഞ എന്നറിയോ? ആയിട്ടില്ല. ഇത് തിന്നാൽ നീ ദൈവത്തെ പോലെ ആകും. ഡു ദിസ് then you will be like God. ദൈവത്തെ പോലെ ആകും. ദൈവം പറഞ്ഞു, ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തിരിക്കുകയല്ല. ഹല്ലേലൂയ. You are created in it. അതിലാണ് നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാം ഉള്ളവനായിട്ടാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷെ സാത്താൻ വന്ന് പറയുന്നു, നോ, you have to do something. ഡു മെന്റാലിറ്റി മനുഷ്യന് കൊടുത്തത് ദൈവം അല്ല. ദൈവം പറഞ്ഞത്, എല്ലാം ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നു, സകലത്തിന് മേലും വാഴുക. ഹല്ലേലൂയ. reign over, rule over. ഇതാ കർത്താവ് പറഞ്ഞേ. ഹല്ലേലൂയ. എന്നാൽ സാത്താൻ വന്ന് പറഞ്ഞു, ഇല്ല, ചെയ്ത് നേടണം. കാരണം ചെയ്യുന്നവൻ വീഴും, വിശ്വസിക്കുന്നവൻ വാഴും. ചെയ്യുന്നവൻ ജഡത്തെ ആശ്രയിക്കും, വിശ്വസിക്കുന്നവൻ ദൈവത്തെ ആശ്രയിക്കും. ഓ, ആ മർമ്മം മനസ്സിലായവർക്കായി സ്തോത്രം. ആരൊക്കെ ചെയ്യാൻ പോകുന്നു അവനെല്ലാം ഫ്ലഷിനെ ആശ്രയിക്കും. കാരണം ഫ്ലഷ് ചെയ്യുന്നോണ്ടല്ല ചെയ്യാനൊക്കത്തില്ല. എന്നാൽ വിശ്വാസത്തിൽ ആര് മുതിരുന്നോ അവന് വേണ്ടി കർത്താവ് എല്ലാം ചെയ്തു കഴിഞ്ഞു. ഓ ഒന്ന് പറഞ്ഞേ, എനിക്ക് ലഭിച്ചു കഴിഞ്ഞു, എനിക്കുണ്ട്. പറഞ്ഞേ, എനിക്കുണ്ട്. ഓ ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ അതിൻ്റെ ആ സഫിഷ്യൻസി നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. ഇന്ന് 100 കണക്കിന് വിഷയങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെടും. ഞാൻ ഒരു തലയിലും കൈവച്ച് മകനെന്നൊന്നും വിളിക്കാൻ പോകുന്നില്ല. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോട് പണങ്ങരുത്. മകളെ നിന്നൊന്നും ഒരു തലയിലും കൈവച്ച് ഞാൻ വിളിക്കാൻ പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, നിങ്ങൾക്ക് യേശുവിലൂടെ നൽകപ്പെടാത്തതായിട്ടൊന്നുമില്ല. അടുത്തിരിക്കുന്ന ആൾക്കോടൊന്ന് പറഞ്ഞേ, യേശുവിലൂടെ ശുശിച്ചു നല്ല വായി തുറന്ന് മുഖത്ത് നോക്കി, കണ്ണിലോട്ട് നോക്കി ചിരിച്ചോണ്ട് പറ, യേശുവിലൂടെ നൽകപ്പെടാത്തതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. തൻ്റെ മഹത്വത്താലും തൻ്റെ വീര്യത്താലും എന്നെ വിളിച്ചവന്റെ അറിവിൽ സകലവും ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും
എനിക്ക് ദാനം ചെയ്തിരിക്കുന്നു. എനിക്കതുണ്ട്. വിളിച്ചു പറ, എനിക്കതുണ്ട്, എനിക്കതുണ്ട്, ഓ എനിക്കതുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും കാണിച്ച് അത് ചെയ്ത ഇത് നിനക്കുണ്ടാകുമെന്ന് പറഞ്ഞ് സാത്താൻ വരുമ്പോഴേ പറയുക, വേണ്ട വേണ്ട, ഈ വെളച്ചിൽ അന്ന് പഴക്കച്ചവടക്കാരന്റെ വേഷത്തിൽ ഏതെങ്കിലും വന്ന് നീ നടത്തിയതാ, ഇനി ഇങ്ങോട്ട് വരണ്ട. അന്ന് ഉള്ളതിനെ ഇല്ലെന്ന് വരുത്തിയിട്ട് നീ ഞങ്ങളെ വീഴ്ചു. എന്നാൽ ഇന്ന് ഈ സത്യം കൊണ്ട് ഞങ്ങൾ നിന്നെ ഇടിക്കുകയാ, ഞങ്ങൾക്കെല്ലാം ഉണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ ഇനി മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിലും കുടുങ്ങിപ്പോകാതെ യേശു ക്രിസ്തുവിൽ എന്തെല്ലാം ഉണ്ട് എന്ന അറിവിൽ വളർന്നിട്ട് നിങ്ങൾ വിളിച്ചു പറ, ഞങ്ങൾക്കതുണ്ട്. പറഞ്ഞ, ഞങ്ങൾക്കതുണ്ട്. ഹല്ലേലൂയ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെട്ടയാളാ ഞാൻ. ഓ ഒന്ന് പറഞ്ഞേ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, സകല ആത്മീയ അനുഗ്രഹത്താലും, സകല ആത്മീയ അനുഗ്രഹത്താലും ലോക സ്ഥാപനത്തിനു മുമ്പേ വിശുദ്ധനും നിഷ്കളങ്കനുമായി തെരഞ്ഞെടുക്കപ്പെട്ടവനാ ഞാൻ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകാൻ വേണ്ടി പ്രവൃത്തി തുടങ്ങിയത് ഈയിടെയാ. പക്ഷെ ഉലക സ്ഥാപനത്തിന് മുമ്പേ യേശു ക്രിസ്തുവിൽ എന്നെ വിശുദ്ധനാക്കി തെരഞ്ഞെടുത്തതാ. അവിടെ ഒന്നും പരിഗണിച്ചത് എന്റെ പ്രവൃത്തിയല്ല. കാരണം പ്രവർത്തിക്കാൻ ഞാനൊന്നില്ല. പുത്രന്റെ പ്രവൃത്തിയെ മുൻകൂട്ടി കണ്ട് പുത്രനിൽ എന്നെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. എല്ലാം യേശുവിലൂടെ തന്നു കഴിഞ്ഞു. പറഞ്ഞു പറഞ്ഞു പറഞ്ഞു, എല്ലാം യേശുവിലൂടെ തന്നു കഴിഞ്ഞു, തന്നു കഴിഞ്ഞു. യേശുവേ നന്ദി. നന്ദി പറയാൻ തുടങ്ങിക്കോ. രണ്ട് കരങ്ങൾ ഉയർത്തിക്കോ. ഓ സൗഖ്യങ്ങളിലേക്ക് ഇറങ്ങിക്കോ, അത്ഭുതങ്ങളിലേക്ക് ഇറങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ വിളിച്ചു പറയാൻ തുടങ്ങിക്കോ. യേശുവിലൂടെ സകലവും ഉള്ള വ്യക്തിയാണ് ഞാൻ എന്ന അറിവിൽ വളരുന്നു. ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ യേശുവിലൂടെ പറയുക, പറയുക, യേശുവിലൂടെ പറയുക, വായി തുറന്ന് പറയുക, യേശുവിലൂടെ സകലവും നൽകപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എനിക്കെല്ലാം ഉണ്ട്. പറയുക, പറയുക, എനിക്കെല്ലാം ഉണ്ട്, എനിക്കെല്ലാം ഉണ്ട്. സഫിഷ്യൻസി ഉണ്ട്. ലഭിച്ചു എന്ന് പറയുക. അത് ഉണ്ടാകും, അത് ഉണ്ടാകും. ഇപ്പൊ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലാത്തതിനെ പോലും നോക്കി നിങ്ങൾ വിളിച്ചു പറയുക, എനിക്കതുണ്ട്, എനിക്കതുണ്ട്. ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക അല്ല ഇപ്പോൾ ചെയ്യേണ്ടത്. കരമുയർത്തി, ദൈവമേ എനിക്ക് തന്നതിന് നന്ദി എന്ന് പറയുക, നന്ദി എന്ന് പറയുക, നന്ദി പറയാൻ തുടങ്ങുക. പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ഭാഗം നേർത്തിയാട്ടെ. അതിനെ നോക്കിയിട്ട് പറഞ്ഞാട്ടെ, ഞാനിന്ന് അപേക്ഷിക്കുന്നില്ല, ഞാനിന്ന് യാചിക്കുന്നില്ല, ഞാനിന്ന് ചോദിക്കുന്നില്ല. എനിക്ക് തന്നതിന് നന്ദി, എനിക്ക് തന്നതിന് നന്ദി. യേശുവിനെ തന്നെങ്കിൽ അതിന്റെ കൂടെ സകലവും തന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. എത്ര പേര് കരമുയർത്തി കർത്താവിനെ ആരാധിക്കാൻ താല്പര്യപ്പെടുന്നു? യേശുവിനെ ആരാധിക്കാൻ എത്ര പേര് താല്പര്യപ്പെടുന്നു? എത്ര പേര് പറയും, കർത്താവേ യേശുവിലൂടെ? പറഞ്ഞേ, പറഞ്ഞേ, യേശുവിലൂടെ, യേശുവിലൂടെ. ഇന്ന് ലോകരാജ്യങ്ങൾ ഓൺലൈവായിട്ട് ഈ ശുശ്രൂഷ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഗെറ്റ് റെഡി. നിങ്ങളായിരിക്കുന്ന റൂമിൽ ഡിവൈസിന് മുമ്പിൽ ഈ സമയത്ത് എന്നോട് ചേർന്ന് പറയുക, സകലവും യേശു ക്രിസ്തുവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. കിട്ടുമെന്നല്ല, വരുമെന്നല്ല, കിട്ടുമായിരിക്കുമെന്നല്ല, ചിലപ്പോൾ കിട്ടുമായിരിക്കുമെന്നല്ല, നിങ്ങൾ ക്രമീകരണം വരുത്തി നിങ്ങൾ പ്രാപിക്കുമെന്നല്ല, നിങ്ങൾ വില കൊടുക്കും നിങ്ങൾ പ്രാപിക്കുമെന്നല്ല. യേശു വില കൊടുത്തു കഴിഞ്ഞു. ആ കൊടുത്ത വിലക്കകത്ത് നിങ്ങൾക്കത് ലഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. നിങ്ങൾക്കതുണ്ട്. ഇനി ഒന്നും കാണിച്ച് നിങ്ങളെ കബളിപ്പിക്കാൻ സാത്താന് കഴിയുകയില്ല. കാരണം അവൻ എടുത്തു കാണിക്കുന്ന എല്ലാം നിങ്ങൾക്ക് യേശുവിൽ ലഭിച്ചു കഴിഞ്ഞതാണ്. സ്ഥാനമാണോ വേണ്ടേ? അത് യേശുവിൽ നിങ്ങൾക്ക് ലഭിച്ചതാണ്. മാനമാണോ വേണ്ടേ? അത് നിങ്ങൾക്ക് യേശുവിൽ ലഭിച്ചതാണ്. ബുദ്ധിമുട്ട് മാറേണ്ടതാണോ? നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി യേശുവിൽ തീർത്തു തന്നിരിക്കുകയാണ്. ഓ കരമടിച്ചുകൊണ്ട് ഓ സർവശക്തനെ സ്തുതിക്കാനായിട്ട് തുടങ്ങിക്കാട്ടെ. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഓ എനിക്കുണ്ട്. Come on, let us celebrate the victory of Jesus. യേശുവിന്റെ ജയത്തെ ആഘോഷിച്ചാട്ടെ. സകലവും ലഭിക്കപ്പെട്ടവൻ ആ തിരിച്ചറിവോടെ ദൈവമക്കളൊന്ന് അധരം തുറന്നാട്ടെ. എല്ലാം ഉള്ളവനെ പോലെ ഒന്ന് നിന്നേ, എല്ലാം ഉള്ളവനെ പോലെ ഒന്ന് നിന്നേ. ദാസന്റെ യാചന മാറിയിട്ട് പുത്രന്റെ തിരിച്ചറിവോടെ ഒന്ന് തല പൊക്കുകേ. ആ അഭിഷേകത്തോടെ ആ കണ്ണൊന്ന് തുറന്നേ. നെഞ്ചു നെറ്റി വിരിച്ച് നിന്നിട്ട് പറ, ഇത് യജമാനന്റെ കയ്യിലേക്ക് നോക്കുന്ന ദാസനല്ല, അപ്പന്റെ മുഖത്തേക്ക് നോക്കുന്ന മകനാ. ഓ ജീസസ്. ഇത് അവതാരം കൈപ്പറ്റാൻ വന്ന ദാസനല്ല, ഇത് പുത്രത്തെ സ്വീകരിച്ച മകനാ. യേശുവിന്റെ നാമം ജയം. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
പല ശരീരങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ വീട്ടമ്മ സാധാരണക്കാരി പറയുമ്പോൾ തന്നെ ആ മകളുടെ മേലെ അത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചു. നീ ഇപ്പോൾ പറയുമ്പോൾ തന്നെ അത് സംഭവിക്കുന്നു. അതടെ ആ സിസ്റ്ററെ കർത്താവ് എന്നെ ചൂണ്ടിക്കാണിക്കുന്നു. എന്നിട്ട് യേശു എന്നോട് പറയുന്നു, അവളിപ്പോൾ പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. അവളിപ്പോൾ പറഞ്ഞ് വിളിച്ചു വരുത്തുകയാണ്. എൻ്റെ അടുക്കലേക്ക് ഒന്ന് വന്നേ, ഓടി വന്നേ. ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന ആളൊന്ന് എഴുന്നേറ്റേ. പെട്ടെന്ന് എൻ്റെ അടുത്ത് കരയരുത്, ഇങ്ങോട്ട് ഓടിവാ, 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 ഓടിവാ. ഇത് പറയാനായിട്ട് യേശു പറയുന്നു. ഇത് പറയാനായിട്ട് യേശു പറയുന്നു. നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് പറയാനായിട്ട് പറയുന്നു. എന്താ ആൻ്റെ പേര്? എന്താ പേരെന്നാ? 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 ആനി. ആനി. ആനി യേശു ഇത് പറയാനായിട്ട് പറയുന്നു. ഈ സമയത്ത് തന്നെ യേശു ഇത് പറയാനായിട്ട് പറയുന്നു. ആനി ഇവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ, എനിക്കതില്ല എന്ന് പറയുമ്പോൾ ഉള്ളത് ഇല്ലാതാവുകയാണ്. ഹല്ലേലൂയ. അവിടെ നിന്നപ്പോൾ യേശു എന്നോട് പറഞ്ഞു, ആനിയുടെ തൊണ്ടയില്, ഈ കഴുത്തില്, ഈ സ്പോട്ടില് കർത്താവിന്റെ ശക്തി വന്ന് വീഴുന്നു. ആനി യേശു എന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു, ഇവൾ ഇന്ന് ആധരം കൊണ്ട് പറയുമ്പോൾ തന്നെ, ഇങ്ങോട്ട് നോക്കൂ, ഞാൻ പറയുന്ന വാക്ക് കേൾക്കൂ. ആനി എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ആധരം കൊണ്ട് പറയുമ്പോൾ തന്നെ ഈ തൊണ്ടയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നീക്കുന്ന ഒരു മുഴയെ കർത്താവ് എടുത്തു കളയുകയാണ്. അങ്ങനെ പറയാനായിട്ട് യേശു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്, വിശ്വസിക്കുക. ആനി, ഇപ്പോൾ യേശുവിൻ്റെ സ്പർശനം നിന്റെ ശരീരത്തിൽ വ്യാപരിക്കുകയാണ്. കർത്താവേ, ശരിയാണോ ഞാൻ ഈ പറയുന്നേ? ഇതെങ്ങനെയാ, എന്ന് മുതലാണ് ഇത് പുറത്ത് വന്നേ? തൈറോയിഡ് വന്നിട്ട്. ഓക്കെ, എത്ര വർഷമായി മുഴ പ്രത്യക്ഷപ്പെട്ടിട്ട്? 18 years. 18 വർഷം. മൈ ഗാഡ്. ഇന്ന് വിശ്വസിക്കാൻ കഴിയുമോ ഇതവിടെ ഇല്ലെന്ന്? ഉറപ്പിക്കാൻ കഴിയുമോ ഇതവിടെ ഇല്ലെന്ന്? I will do that. You have to. In the name of Jesus. അതിനെ മേലേക്ക് കൈവച്ചിട്ട് ഉറക്കെ പറയുക, ഇതിവിടെ ഇല്ലാത്തതിനായി സ്തോത്രം. പറയുക, പറയുക, ഇവിടെ ഇല്ലാത്തതിനായി സ്തോത്രം. ഞാനത് ഉറപ്പിക്കുന്നു. It's not there. അതവിടെ ഇല്ല, അതവിടെ ഇല്ല. ക്രൂശിൽ യേശു സകലവും ചെയ്തു കഴിഞ്ഞു. എൻ്റെ സൗഖ്യം എനിക്ക് കർത്താവ് തന്നു കഴിഞ്ഞു. ഞാനത് ഇപ്പോൾ തന്നെ വിശ്വാസത്താൽ ഏറ്റെടുക്കുന്നു. എനിക്കത് വേണ്ട. 18 years of growth, 18 വർഷത്തെ മുഴയെ ഈ സമയത്ത് ഇവൾ അധരം കൊണ്ട് നിന്നെ നിന്ദിക്കുന്നു, ഇവൾ അധരം കൊണ്ട് നിന്നെ തിരസ്കരിക്കുന്നു, ഇവൾ അധരം കൊണ്ട് നിന്നെ ശപിക്കുന്നു. ഇവൾക്കിനി അത് വേണ്ട. ഈ പ്രഖ്യാപനത്തിൽ അതിപ്പോൾ തന്നെ അപ്രത്യക്ഷമാവട്ടെ. കരമടിച്ച് യേശുനാഥന് മഹത്വം കൊടുക്കുക. യേശു, യേശു എല്ലാം ചെയ്തു കഴിഞ്ഞവൻ. മടികൂടാതെ പറയുക, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ, എല്ലാം ചെയ്തു കഴിഞ്ഞവൻ, ചെയ്തു കഴിഞ്ഞവനായി ഓ ഇവിടെ വന്നിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. മകളെ ആനി, കർത്താവ് അതിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞു. കർത്താവ് അതിനെ എടുത്തു മാറ്റിക്കഴിഞ്ഞു. നിനക്കത് ഇല്ല, നിനക്കത് ഇല്ല എന്ന സത്യ യാഥാർത്ഥ്യത്തിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നു. ഹല്ലേലൂയ. പറഞ്ഞേ, എനിക്കതില്ല. എനിക്കതില്ല. ഉറപ്പാണോ? ഉറപ്പാ. യെസ്. എന്നാ ചെക്ക് ചെയ്തു. ഇറ്റ്സ് നോട്ട് ദെയർ. അതവിടെ ഉണ്ടാവുകയില്ല, അതവിടെ ഉണ്ടാവുകയില്ല. അത് അപ്രത്യക്ഷമാകുന്നത് എങ്ങനെയാ? ബിലീവ്. കൺഫെഷനാണ്. പ്രഖ്യാപനത്തിലൂടെ മാത്രം കരയരുത്. യേശു അത് ചെയ്തേ, നമുക്ക് ആർക്കും അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കർത്താവിൻ്റെ കരമാണ് അത് ചെയ്തത്. ഹല്ലേലൂയ. വിശ്വസിക്കുക, ഇതുപോലെ വിശ്വസിക്കുക. ഇന്ന് ഇരുന്നു അശ്വസാനത്ത് ഇരുന്നു. അനേകർക്ക് പോയി സാക്ഷിയായാട്ടെ. ഒന്ന് വിളിച്ചു പറഞ്ഞു, യേശുവേ എനിക്ക് വേണ്ടി എല്ലാം അവിടുന്ന് ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ഞാനത് വിശ്വസിക്കുന്നു. ഉറക്കെ പറയുക, ഞാനത് വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാനത് ഏറ്റെടുക്കുന്നു. ഹല്ലേലൂയ ജീസസ്. ഇന്ന് ഇവിടെ രോഗികളായിട്ട് വന്നിരിക്കുന്നവരോട് പ്രത്യേകിച്ച് ഞാൻ പറയാം, നിങ്ങൾ ഇന്നിവിടെ ഇരുന്നത് വിളിച്ചു പറയുമ്പോൾ തന്നെ അത് സൃഷ്ടിക്കപ്പെടുകയാണ്, സംജാതമാവുകയാണ്, ഇല്ലാത്തത് വിളിച്ചു വരുത്തപ്പെടുകയാണ്. കാരണം അത് വന്നേ പറ്റുകയുള്ളൂ. കാരണം ക്രൂശിൽ അത് നിങ്ങൾക്ക് യേശു തന്നു കഴിഞ്ഞതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കിന്ന് സൗഖ്യമാകണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിക്കോ. നമ്മൾക്കിപ്പം ആദ്യമേ നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്കിന്ന് ഹീലാകണമെന്ന് പറയുന്നവർ കരങ്ങൾ ഉയർത്തിക്കോ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളൊന്ന് എഴുന്നേറ്റോ. നിങ്ങൾ കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റോ. കരമുയർത്തിയവർ മാത്രം, എല്ലാവരും കൂടെ അല്ല, കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റോ. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. സഹോദരങ്ങളെ, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. നിങ്ങളുടെ ഹീലിംഗ് സ്വീകരിച്ചാട്ടെ, നിങ്ങളുടെ ഹീലിംഗ് സ്വീകരിച്ചാട്ടെ. കാരണം ക്രൂശിൽ യേശു നിങ്ങളുടെ സൗഖ്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ
ഇരിക്കുന്ന മക്കൾ വിശ്വസിക്കുന്നു, ചങ്കിലെ ചോര കൊണ്ട് യേശു അവരെ വിടുവിച്ചു കഴിഞ്ഞു. യേശു അവരെ വിടുവിച്ചു കഴിഞ്ഞു. യേശു അവരെ വിടുവിച്ചു കഴിഞ്ഞു. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവർ ഇപ്പൊ ഇങ്ങനെ ചെയ്യുക. രോഗമുള്ള സ്ഥലത്തേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയാ പ്രയാസം അവിടേക്ക് നിങ്ങളുടെ കരങ്ങൾ വെക്കുക. ഉറക്കം വിളിച്ചു പറയുക, എന്റെ സൗഖ്യം 2013 വർഷങ്ങൾക്ക് മുമ്പ് യേശു തന്നു കഴിഞ്ഞതാണ്, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറയുക. അതിപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കും. കൂട്ടമായിട്ട് മുഴകൾ അപ്രത്യക്ഷമാകും. കൂട്ടമായിട്ട് മുഴകൾ അപ്രത്യക്ഷമാകും. കൂട്ടമായിട്ട് മുഴകൾ അപ്രത്യക്ഷമാകും. യേശുവിൻ നാമത്തിൽ മാനസിക വിഭ്രാന്തികൾ സൗഖ്യമാകുന്നു. മൈഗ്രെയിൻ തലവേദനകൾ സൗഖ്യമാകുന്നു. ഇടുപ്പുകൾ സൗഖ്യമാകുന്നു. ഇടുപ്പുകൾ സൗഖ്യമാകുന്നു. ഇടുപ്പുകൾ സൗഖ്യമാകുന്നു. വയറിനകത്തുള്ള വേദനകൾ സൗഖ്യമാകുന്നു. യേശുവിൻ നാമത്തിൽ നെഞ്ചിലുള്ള ഭാരങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. കണ്ണിന്റെ കാഴ്ച തിരിച്ചു വരുന്നു. യൂട്രസിലെ ഫൈബ്രോയിഡുകൾ അപ്രത്യക്ഷമാകുന്നു. മുഴകൾ യേശുവിന്റെ നാമത്തിൽ എടുത്തു മാറ്റപ്പെടുന്നു. ഓ ഹല്ലേലൂയ. ആ നിൽക്കുന്ന രണ്ടുപേരെയും യേശു സ്പർശിക്കുന്നു കേട്ടോ. ആ രണ്ട് സഹോദരിമാരും ഒന്ന് കൈ ഉയർത്തിക്ക്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കരമുയർത്തിക്ക്. എന്റെ അടുക്കലേക്ക് വരാമോ? ഓടി വരാമോ? ഓ അവരുടെ ഒരു ഹീലിംഗ് മൊമെന്റ് ആണിത്. അവരുടെ ഒരു ഹീലിംഗ് മൊമെന്റ് ആണിത്. ഓ ജീസസ്. ഇവിടെ നിൽക്കുക. വരിക സഹോദരി. നിങ്ങൾ രണ്ടുപേരും എന്നെ ശ്രദ്ധിച്ചിട്ട് നോക്കുക. ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരിലും കർത്താവിന്റെ സൗഖ്യം നടക്കുന്നു. ഒന്ന്, ഈ മകളുടെ തൊണ്ടയിൽ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. രണ്ട്, ഈ മകളുടെ ഉദരത്തിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ഓ അടിപ്പിണരാലുള്ള സൗഖ്യം. Somebody need to hold. അഴിയുന്നു. കണ്ടോണം, നിങ്ങൾ കണ്ടോണം. ശരീരത്തിൽ നിന്ന് അത് വിട്ടുപോകുന്നു. ജീസസ്. വീണഴിയുകയാണ്. Get out. ഈ മക്കളുടെ മേൽ നിങ്ങൾക്ക് അധികാരമില്ല സാത്താനെ. കാൽവരി രക്തത്താൽ ഈ ബ്ലാക്ക് ഈ സഹോദരിയുടെ മേൽ കർത്താവിന്റെ സ്പർശനം നടക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഒരു ഓപ്പറേഷൻ ഇവളുടെ മേൽ നിന്ന് മാറിപ്പോകുന്നു. ഓപ്പറേഷൻ മാറിപ്പോകുന്നു. അവര് സൗഖ്യമായി. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. അവര് സൗഖ്യമായി കഴിഞ്ഞു. അവര് സൗഖ്യമായി കഴിഞ്ഞു. സിസ്റ്റർ, എന്നാ നിങ്ങളുടെ പേര് പറഞ്ഞേ? നിങ്ങളുടെ പേരെന്നാ? ജിജി. നോക്കൂ, ഞാൻ ഈ പറയുന്ന വിഷയം നിങ്ങൾക്കറിയാം ഞാൻ എന്താ പറയുന്നതെന്ന്. 6.9 6.9 അളവ് കർത്താവ് എന്നെ കാണിച്ചിട്ട് പറയുന്നു. അത്രയും വലിപ്പമുള്ള ഒന്നിനെ നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് യേശു ചെത്തിക്കളയുകയാണ്. അതിനെ വെട്ടിക്കളയുകയാണ്. അതിനെ എടുത്തു ഓ ഇപ്പോഴും ഉള്ള ദൈവശക്തി അടിച്ചോളൂ. Oh, the glory of God. Touch of Jesus. Touch. Touch. പൂർണ്ണമായിട്ട് ഈ മകൾ സൗഖ്യമാവണം. ഈ സഹോദരി യേശു തൊടുന്നു കേട്ടോ. ഇവരുടെ തൊണ്ടയിൽ നിന്ന് ഭാരമുള്ള മുഴ ഇപ്പോൾ അപ്രത്യക്ഷമാകാൻ പോകും. നിങ്ങൾ എല്ലാവരും കണ്ടോണം. ഈ മകളുടെ മേലേക്ക് യേശുവിന്റെ ശക്തി അടിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവൻ ഈ മകളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. ജീവദായകന്റെ ശക്തി അടിക്കുന്നു. അത് പോയി കഴിഞ്ഞു. യേശു അതിനെ എടുത്തു മാറ്റി കഴിഞ്ഞു. കരമടിച്ച് യേശുവിന് മഹത്വം കൊടുത്തു. ആ നിൽക്കുന്ന ബ്രദറിനെ യേശു തൊടുന്നു. ബ്രദറെ ഓടി വരിക. ബ്രദറെ, എന്താ നിങ്ങളുടെ പേര്? നിൽക്കുക ഇവിടെ. എന്താ നിങ്ങളുടെ പേര്? തോമസ്. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ നിങ്ങളെ കാണുകയാണ്. ശരിയാണോ? അതെ. പക്ഷേ നിങ്ങൾ അവിടെ നിന്നപ്പോൾ എന്നോട് യേശു ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഈ മകന്റെ രണ്ട് ഇടുപ്പിലും തകർച്ച സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുക. കരയരുത്, കർത്താവ് സൗഖ്യമാക്കുന്നേ. തോമസ് നോക്കൂ, 12
12 മിനിറ്റ്, 10-ലധികം മിനിറ്റുകൾ ഒരുമിച്ചൊരു സ്ഥലത്ത് ഈ കാലിൽ നിനക്ക് നിൽക്കാൻ കഴിയുകയില്ല. ശരി. ജീസസ്. കാല് ബലഹീനമായിട്ട് കുഴഞ്ഞു പോകും. അക്ഷരാർത്ഥത്തിൽ കുഴഞ്ഞു പോകും. ഓ ജീസസ്. പക്ഷെ ഈ സമയത്ത് തോമസ്, യേശു നിനക്ക് പുതിയ കാല് സൃഷ്ടിക്കുന്നു. പുതിയ ഇടുപ്പ് സൃഷ്ടിക്കുന്നു. പിടിച്ചോ. പുതിയ ഇടുപ്പ് കർത്താവ് നിനക്ക് സൃഷ്ടിക്കുന്നു. പുതിയ ഇടുപ്പ് യേശു നിനക്ക് സൃഷ്ടിക്കുന്നു. നിങ്ങൾ കാണേണ്ടവർ കണ്ടോണം. ഈ മകന്റെ മേൽ സൗഖ്യത്തിന് ശക്തി വ്യാപരിക്കുകയാണ്. യേശുവിന്റെ ടച്ച് ഓഫ് ഗോഡ് അടിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടേ. ദൈവശക്തി അടിക്കുന്നത് നിങ്ങളൊന്ന് കണ്ടേ. ഓ ജീസസ്. യേശുവേ. പുതിയത് സൃഷ്ടിക്കപ്പെടുന്നു. എല്ലാവരും കണ്ണു തുറന്ന് കണ്ടോണേ. ആ ഹീലിംഗ് മൊമെന്റ് ആണിത്. Touch of Jesus. Touch. ഇതാ അഴിയുന്നു. 2 ഇടുപ്പും പുതിയത് സൃഷ്ടിക്കുന്നു. പുതിയത് സൃഷ്ടിക്കപ്പെടുന്നു. നിന്റെ തല തന്നെ നിന്റെ കൈവപ്പിനാൽ ഇന്ന് സൗഖ്യമാവുക. വിളിച്ചോ ഒറ്റ പ്രാവശ്യം. ഇവന്റെ വീട്ടിൽ മുഴുവൻ ഇന്ന് സൗഖ്യം നടക്കും. ജിജി. ഈ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ജിജി എന്നൊരു പേര് ഞാൻ കാണുന്നു. ജിജി ആരാ? ഇദ്ദേഹത്തിന്റെ ഭാര്യ. നിങ്ങൾ കുടുംബമായിട്ടുള്ള വിടുതലെല്ലാം കൊണ്ടുപോകും. അപ്പൊ ബാക്കിയുള്ളവരുടെ കാര്യം യേശു അവർക്ക് വേണ്ടി സകല വെച്ച് ശക്തിയോടൊന്ന് കരം അടിച്ചെന്ന് യേശു. പൊന്നുമോനെ തുള്ളിച്ചാടിക്കേ, പൊങ്ങിച്ചാടിക്കേ. റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ക്രിയേറ്റീവ് മിറക്കിൾ. എങ്ങനെയാ ഈ പ്രശ്നം ഉണ്ടായത്? സിവിയർ ആയിട്ട് 2 years ആയി. എങ്ങനെയാ? How it happened? All of a sudden ഇത് വരികയായിരുന്നു. Oh, praise God, Jesus. ഇപ്പൊ തുള്ളിച്ചാടിക്ക്, ഒന്ന് പൊങ്ങിച്ചാടിക്ക്. ഒരു പ്രയാസമില്ല. യേശു അത് ചെയ്ത് കഴിഞ്ഞത്. Jesus, you are receiving something supernatural right now. ആ കുഞ്ഞിനെ മാറ്റിക്കോ. See, ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ച് കേട്ടെ. In the right side of your stomach, you know what I'm saying. You are receiving the power of God now. Jesus. Father, in the name of Jesus, touch her. കർത്താവിന്റെ സ്പർശനം അവിടെ ശരീരത്തെ അടിക്കുന്നു. ജീവൻ കയറുന്നു. ആ മകള് ഹീലാവുന്നു. ഇന്ന് ഇവരുടെ വീട്ടിൽ 3 ഹീലിംഗ് ഇവരുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഒറ്റയടിക്ക്. ഒരാളുടെ വേണം ഒന്ന് പിടിച്ചോ. അത് കൈ നിൽക്കത്തില്ല. അത് അഴിഞ്ഞു പോവാ. It's a major healing. ഇതൊരു വലിയ സൗഖ്യമാണ്. Let her sit. Jesus. The power of God is moving. കർത്താവിന്റെ ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ചെസ്റ്റ് ബ്ലോക്കുകളെ യേശു തുറക്കുന്നു. ആ കണ്ണാടി വെച്ച് അമ്മയെ യേശു സ്പർശിക്കുന്നു. നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് യേശു ഒരു ഭാരത്തെ എടുത്തു മാറ്റുന്നു. വിശ്വസിക്കുക. കരമുയർത്തി യേശുവേ എന്ന് വിളിക്കുക. Come on, യേശുവേ എന്ന് വിളിക്കുക. ആ മണ്ണിന്റെ മേലെ യേശുവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുന്നു.
സ്തുതിച്ചു പാടിടും. നിങ്ങൾ അവിടെ നിന്നപ്പോ യേശു എന്നെ കാണിച്ചു നിങ്ങളുടെ ചെസ്റ്റിലേക്ക്. ഓ ജീസസ്, ഒരു വലിയ ദൈവശക്തി വന്ന് അടിക്കുന്നത്. എന്നിട്ട് യേശു എന്നോട് പറഞ്ഞു, ഞാൻ ഈ മകനെ സൗഖ്യമാക്കുകയാണ്. ഈ ചെസ്റ്റിൽ ഒരു ബ്ലോക്കിനും സ്ഥാനമില്ല, ഒരു ആൻജിയോപ്ലാസ്റ്റി ഈ മകന് വേണ്ട, ഒരു സർജറി ഈ മകൻ. ഓ കണ്ടോ, ഇയാളെ കർത്താവ് സ്പർശിക്കുന്നു. കേട്ടോ, നിങ്ങൾ കണ്ടോണേ. സ്പർശിക്കണം. Power of God is moving. Power of God is moving. Power of God is moving. ഇയാളെ സ്പർശിക്കപ്പെടുന്നു. ഇയാളെ സ്പർശിക്കപ്പെടുന്നു. ആൻജിയോഗ്രാം ഇല്ല, ആൻജിയോപ്ലാസ്റ്റി ഇല്ല, ബൈപ്പാസ് സർജറി ഇല്ല. ഇന്ന് യേശു തട്ടിക്കളയുന്നു ബ്ലോക്കുകളെ. അടപ്പ് തുറക്കുന്ന കർത്താവിന്റെ കരം വന്നിട്ട് കരമടിച്ച് യേശുവിന് നന്ദി പറയാൻ തുടങ്ങിയോ. ഈ മകന്റെ മേലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശക്തിയോടെ അടിക്കട്ടെ, ശക്തിയോടെ അടിക്കട്ടെ, ശക്തിയോടെ അടിക്കട്ടെ, ശക്തിയോടെ ശരീരത്തിന് കളിക്കട്ടെ, ശക്തിയോടെ അടിക്കട്ടെ. പൂർണ്ണ സർജറി ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഈ ഫുൾ ശരീരത്തെ വ്യാപരിച്ചു തരട്ടെ. ഈ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ സൗഖ്യമാകുന്നു. കേട്ടോ, ഓ ഞാൻ കാണുന്നു അട്ടപ്പ് തുറക്കുന്ന പോലെ യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ പൊട്ടിപ്പോകുന്നു, ബ്ലഡ് ഒഴുകുന്നു, കുഴലുകൾ തുറക്കുന്നു. ആ ചിത്രം എന്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നു. നിങ്ങൾ കണ്ടോണം, ഈ മനുഷ്യന്റെ മേലേക്ക് ഇപ്പോൾ ഒരു അമാനുഷിക ദൈവശക്തി വന്ന് അടിക്കാൻ പോവുകയാണ്. റൈറ്റ് നൗ സ്വീകരിക്കാൻ തയ്യാറാവുക. ഫുൾ ആവട്ടെ, ഫുൾ ആവട്ടെ ഈ ശരീരത്തിലേക്ക്, ഫുൾ ആവട്ടെ ഈ ശരീരത്തിലേക്ക്, ഫുൾ ആവട്ടെ ഈ ശരീരത്തിലേക്ക്. നിറയട്ടെ ആ ദൈവശക്തിയിൽ ഈ മനുഷ്യൻ. ഓ ഈ ശരീരം ഫുള്ളായിട്ട് നിറയട്ടെ, ശരീരം ഫുള്ളായിട്ട് നിറയട്ടെ. അതിനായിട്ട് നന്ദി കർത്താവേ. അവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞു. കരമടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. ഇന്ന് ആ നാമത്തെ ആരും വിളിക്കുന്നു അവരെ എല്ലാം സ്പർശിക്കാനായി കഴിവുള്ളവനായിട്ട് അവിടുന്ന് വന്നിരിക്കുക. യേശുവേ, അവനെ യേശു നിന്നെ തൊടുന്നത് കർത്താവ് നിന്നെ ചൂണ്ടിക്കാണിച്ചത് എന്നോട് പറയുന്നു, അനേക പാപികളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത ഒരു പാത്രമാണ് നീ. ഇറങ്ങി വാ, കർത്താവ് നിന്നെ അഭിഷേകം ചെയ്യുന്നത്. യൂട്യൂബ് hold your hands together. രണ്ടുപേരും ഒരുമിച്ച് കൈവാങ്ങി കൊടുക്കും. Father, in the name of Jesus, വർഷങ്ങളായിട്ട് ഇവരുടെ മേലുള്ള ദൈവശബ്ദങ്ങൾ, ഇവരോടുള്ള ആലോചനകൾ ഇന്ന് പരിധിയും പരിമിതികളും പൊളിച്ചിവരിൽ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അഗ്നി സ്ഫുലിംഗങ്ങളായി അവർ മാറ്റപ്പെടട്ടെ. തീയുടെ വാഹകരായിട്ട് അവർ മാറട്ടെ. അവർ പോകുന്നിടത്തെല്ലാം ജീവനുള്ള മകന്റെ മേൽ അഭിഷേകം അത് വിടുന്നു. സ്വീകരിക്കുക, സ്വീകരിക്കുക. അതിന്റെ ജ്വലനം ഇവരുടെ മേൽ നടക്കട്ടെ ഇപ്പോൾ തന്നെ. ഇവനാള് മാറുന്നു കേട്ടോ, ഇവനാള് മാറുന്നു, ഇവനാള് മാറുന്നു. ഇവന്റെ കണ്ണുകളെ യേശു സൗഖ്യമാക്കുന്നു. ഇവന്റെ കണ്ണിലേക്ക് ദൈവശക്തി അടിക്കുന്നു. ഇവന്റെ കണ്ണിൽ നിന്നൊരു ചെതുമ്പല് വീണു പോകുന്നത് ഞാൻ കാണുന്നു. ഇവന്റെ കണ്ണിൽ നിന്നൊരു ചെതുമ്പല് വീണു പോകുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ കണ്ണിന് എന്നെ കുഴപ്പം? നിന്റെ കണ്ണിന് യേശു തൊടുന്നു മോനെ. എന്നെ കണ്ണിന് കുഴപ്പം? എത്ര നാളായി ഇത് ആരംഭിച്ചിട്ട്? കണ്ണ് സൗഖ്യമാകുന്ന മോനെ. നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടു നിന്റെ കണ്ണിൽ നിന്ന് ചെതുമ്പല് വീണു പോകുന്നു. യേശുവിൻ നാമത്തിൽ അത് മാറിപ്പോട്ടെ. അവനിപ്പോൾ കാഴ്ച സ്വീകരിക്കട്ടെ. ആ കണ്ണിലെ സകല ബലഹീനതകളും ഇപ്പോൾ ക്യാൻസൽ ചെയ്യുന്ന ഞാൻ യേശുവിന്റെ നാമത്തിൽ. ഓ ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്.
വേറെ ആരുമല്ല ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിന്റെ കൈയെടുത്ത് ഇതിന്റെ തലയിലോട്ട് വെച്ചേ. കൈയെടുത്ത് ഈ തലയിലോട്ട് വെച്ചിട്ട് ഒറ്റ പ്രാവശ്യം അങ്ങ് വിളിച്ചേ. ആ നാമത്തെ അങ്ങ് വിളിച്ചേ. യേശുവേ അങ്ങ് വിളിച്ചേ. അങ്ങ് വിളിച്ചേ. ഇപ്പോൾ തന്നെ കർത്താവേ, ഈ കൈ വെച്ചിരിക്കുന്ന ഇടത്തേക്ക് ജീവൻ, സമൃദ്ധമായ ജീവൻ അത് തള്ളിക്കയറട്ടെ. ഈ കുഞ്ഞിന്റെ മേൽ ഇപ്പോൾ സ്പർശനം നടക്കട്ടെ. ജന്മന ഇല്ലാത്തത് ഇപ്പോൾ ഈ കുഞ്ഞിനുണ്ടാവട്ടെ. അമ്മയെ പിടിച്ചോണം. ഇവരുടെ മേൽ ദൈവശക്തി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുടുംബത്തിലേക്ക് വലിയ ദൈവമഹത്വം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ ശക്തി ഈ വീട്ടിലേക്ക് ഇറങ്ങുന്നു. ഈ മകളുടെ കണ്ണുനീരുന്നുകൊണ്ട് യേശു തീർക്കുക. നിന്റെ വീട്ടിൽ നിന്ന് ശാപം ഓടുന്നു. ഇവരുടെ വീട്ടിൽ നിന്ന് ശാപം ഓടുന്നു. നിന്റെ സ്വന്തം ബന്ധങ്ങൾ പോലെ നിന്നെ നോക്കി പറഞ്ഞു, നിന്റെ മേൽ എന്തോ ഒരു ശാപം കിടപ്പുണ്ട്. നിന്റെ മേൽ എന്തോ ഒരു ശാപം കിടപ്പുണ്ട്. പക്ഷെ ഇന്ന് നിന്നെ യേശു വിരൽച്ചൂണ്ടി പറയുന്നു, ഇല്ല ഇല്ല, നീ നിന്റെ തലമുറയോ ഒരു അനുഗ്രഹമാണ്. ശാപമല്ല, അനുഗ്രഹമാണ്. ശാപമല്ല, യേശു ക്രൂശിൽ എടുത്തതാ. ഇനി ശപിക്കപ്പെടാൻ പറ്റത്തില്ല, ഇനി അനുഗ്രഹിക്കപ്പെടാനേ പറ്റുള്ളൂ. ഇന്ന് ഈ വീടിന്റെ ചരിത്രം മാറട്ടെ. ഈ കുടുംബത്തിലേക്ക് കർത്താവേ അങ്ങയുടെ രക്ഷ വന്നിരിക്കുന്നതുകൊണ്ട് സ്തോത്രം. അങ്ങയുടെ മഹത്വം ഇവരുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നതിനായിട്ട് നന്ദി. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ഇവർക്കങ്ങ് ദാനം ചെയ്തിരിക്കുന്നല്ലോ. നിങ്ങളുടെ ഷോൾഡറിനെ യേശു തൊടുന്നു കേട്ടോ. നിങ്ങളുടെ ഷോൾഡറിലേക്ക് കർത്താവിന്റെ ശക്തി അടിക്കുന്നു. ഈ ശരീരത്തിൽ നിന്ന് ഒരു ഷാഡോ ഒഴിഞ്ഞു പോവുകയാണ്. നിങ്ങൾ കണ്ടോണം, ഈ ശരീരത്തിൽ നിന്ന് ഒരു നിഴൽ ഒഴിഞ്ഞു പോവുകയാണ്. ഈ മകളിപ്പോൾ സ്വസ്ഥമാകും. ഈ മകളിപ്പോൾ സൗഖ്യമാകും. അഴിയട്ടെ, 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 അഴിയട്ടെ. ഇന്ന് ശങ്കില ചോര കൊണ്ട് കർത്താവ് ഇവളെ കഴുകിയത് കൊണ്ട് ഒരു ശാപത്തിന് ഇനി വീട്ടിലിരിക്കാൻ അധികാരമില്ല. സകല ശാപവേരുകളും ഇപ്പോൾ തന്നെ ഈ കുടുംബത്തിൽ നിന്ന് പറഞ്ഞിളകട്ടെ. സ്വസ്ഥത കയറട്ടെ, ജയം കയറട്ടെ, സ്വസ്ഥത കയറട്ടെ, ജയം കയറട്ടെ, സ്വസ്ഥമാകട്ടെ. അത് പൊട്ടി ഒഴിയുന്നു, അത് പൊട്ടി ഒഴിയുന്നു. വാ 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 വാ, അത് ഒഴിഞ്ഞു പോകുന്നു, അത് ഒഴിഞ്ഞു പോകുന്നു. 16 കൊല്ലം പിന്തുടർന്ന് നിന്നെ വിട്ടുപോകുന്നു മകളെ. 16 കൊല്ലം നിന്നെ അസ്വസ്ഥപ്പെടുത്തിയത്, പക്ഷെ ഇനി അതിന് അധികാരമില്ല. ഇന്ന് അത് അഴിഞ്ഞു പോകുന്നു. ആ സ്വസ്ഥത, ആ സ്വസ്ഥത, ആ സ്വസ്ഥത ഇതിന്റെ മകൾ അനുഭവിക്കട്ടെ ഇപ്പോൾ തന്നെ. ക്രൂശിൽ യേശു ദൈവശക്തി അടിക്കുന്നു. ടച്ച് ഓഫ് ജീസസ്. ആള് മാറിയവളെ പോലെ, ആള് മാറിയവളെ പോലെ ജീവിതത്തെ അവൾ വീക്ഷിക്കട്ടെ. 16 വർഷം ഈ പാപത്തെ ഉപദ്രവിച്ച് ഇവളുടെ നന്മയെല്ലാം മോഷ്ടിച്ച് ഇവളുടെ എല്ലാ ഐശ്വര്യവും നഷ്ടപ്പെടുത്തി പിന്നാലെ കുളിയിരിക്കുന്ന ഇരുട്ടിനോട് ഞാൻ കൽപ്പിക്കുന്നു, സമയം കഴിഞ്ഞു. ഇറങ്ങി ഓടുക, ശരീരം വിട്ടു പോവുക, കരമടിച്ച് ജയത്തിനായിട്ട് God is touching your left chest, especially this portion, this area. I can see that. The power of God. Touch right now. Glorify your holy name. Glory. Power of God is sitting. Take it. It's coming. It's coming. It's coming. Woo! It's coming. It's coming. It's coming. It's coming. He's receiving. He's receiving. He's receiving that. കർത്താവ് എന്നോട് പറഞ്ഞു, ഇവന്റെ ശരീരം മുഴുവൻ ചെതുമ്പല് പോലെ പൊളിയുക. ഞാനിവനെ സൗഖ്യമാക്കാതെ വിടത്തില്ല. ഞാനിവനെ സൗഖ്യമാക്കാതെ വിടത്തില്ല. എനിക്കിവനെ വിടുവിക്കാതിരിക്കാൻ ഒക്കത്തില്ല. Jesus. Is it true, brother? Huh? Let me see the spots. Oh my God. It's for long. How long it is?
It's 5 years. You are under the treatment for 5 years. Give glory to Jesus. Amen. He is the healer. He is the healer. He is the healer. ഇന്ന് രാത്രി ജീസസ് ഞാൻ 2 ചിത്രമാണ് കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. I know you're well dressed, but 2 വിഷൻസ് എൻ്റെ കൺമുമ്പിൽ പോയി. ഒന്ന്, ഒരു മനുഷ്യൻ ഇങ്ങനെ മുടി ചെയ്യുമ്പോൾ, ഒരു മുടി ഇങ്ങനെ ചീവിയിട്ട് ചീപ്പ് എടുത്ത് മാറ്റുമ്പോഴത്തേക്കും അടിച്ചു കൂട്ടാൻ പറ്റുന്ന പോലെ കുറേ പൊടി തലയിൽ നിന്ന് താഴെ വീഴും. ഫസ്റ്റ് കണ്ടത് അതായിരുന്നു. 2, ഈ വെള്ളം ശരീരത്തിന് മേളിലൂടെ ഒലിക്കുന്ന രംഗം കർത്താവിനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഇയാൾക്ക് സോറിയാസിസ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിനോട് പറഞ്ഞു അയാൾ വെൽ ഡ്രസ്ഡ് ആണ്, ഒരു തരത്തിലും അത് ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ യേശു പറഞ്ഞു ഞാൻ സൗഖ്യമാക്കും. Amen. He is faithful. കരമടിച്ച് യേശുവിന് മാത്രം കൊടുക്കും.